ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് സഹായ കേട്ടതുകൊണ്ടോ ഇസ്ലാമുടെ പറത്തുപോയങ്ങ ഈ കാണ്ട് സുന്നി സമൂഹാണ്ടിരുന്നെങ്കിൽ കേക്കട്ട സലഫി, കേക്കട്ട ചുഴലി സ്വലാഹുദ്ദീൻ മൗലവി മുഞ്ഞാണ്ടുടെ വന്ന് പ്രസംഗിച്ചിട്ട് ഉപ്പിനങ്ങടിലുള്ള മുസ്ലിമീങ്ങൾ എല്ലാവരും അങ്ങ് കുതുബിയത്ത് ഓതിയോണ്ടുള്ളാറ്, അങ്ങ് നബിതങ്ങളെ വിളിച്ചിട്ട് സഹായ കേട്ടോണ്ടുള്ളാറ്. അതുകൊണ്ട് ഉപ്പിനങ്ങടിലുള്ള അപ്പമാര്, ഉപ്പിനങ്ങാടിലുള്ള ബാലക്കാരങ്ങ, ഉപ്പിനങ്ങാടിലുള്ള ഉമ്മമാര്, ഉപ്പിനങ്ങാടിലുള്ള പെങ്ങന്മാര്, അങ്ങെല്ലാരും ഇസ്ലാമുടെ പുറത്തിട്ട് ഒരു ഖുർആനുടെ ആയത്ത് റെഫറൻസ് ആക്കാണ്ട് ഇവിടെ വന്നിട്ട് ചൊന്നുപോയോ സ്വലാഹുദ്ദീൻ മൗലവിയുടെ അനുയായികളില്ലേ? കേക്കട്ടാ, നിങ്ങളെ പായ കൊണ്ടൊന്ന് നിങ്ങൾ ചൊല്ലറോ, നിങ്ങളെ നാവ് കൊണ്ടൊന്ന് നിങ്ങൾ ചൊല്ലറോ. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയുടെ കാലക നമ്മളായപ്പ നബി തങ്ങളെ വിളിച്ചിട്ട് സഹായ കേട്ടത് കൊണ്ടു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമുടെ പുറത്തു പോയിട്ടാ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുശ്രിക്കായിട്ടാ. വിജയാദിതു വിനയാദാരിതു യസ്സഫിന ജയഘോഷവോ. വിജയാദിതു വിനയാദാരിതു യസ്സഫിന ജയഘോഷവോ. ವಿವಿಧ ಬೀದಿಯಲ್ಲಿ ಮುಳ್ಳು ರಾಶಿಯಲ್ಲಿ ನಡೆದು ಬಂದಿಹ ಸಂಸ್ಥೆ ಇದು. ಮರ್ಹಬಾ ಮರ್ಹಬಾ ಈ ನವಹಾದಿಗೆ ಅಲ ಮರ್ಹಬಾ 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 ಈ ನವಹಾದಿಗೆ ಅಲ ಮರ್ಹಬಾ. ವಿಜಯಾದಿದು ವಿನಯಾದಾಯಿದು ಯಸ್ಸಫಿನ ಜಯಘೋಷವು. ವಿಜಯಾದಿದು ವಿನಯಾದಾರಿದು ಯಸ್ಸಫಿನ ಜಯಘೋಷವು. ಕೈರಳಿಯ ಮಣ್ಣಲ್ಲಿ ಜನಿಸುತ್ತ ಬಂದ ಕಂದ ಅರಳುತ್ತಾ ಅರಿವಿತ್ತು ಹೊರವಾಗಿ ತಂದ ಅಂದ. ಕೈರಳಿಯ ಮಣ್ಣಲ್ಲಿ ಜನಿಸುತ್ತ ಬಂದ ಕಂದ ಅರಳುತ್ತಾ ಅರಿವಿತ್ತು ಹೊರವಾಗಿ ತಂದ ಅಂದ. ಕನ್ನಡದಾಯಿ ಮಣ್ಣಿನಲು ಸೌಗಂಧದಾಯಿ ನಾಡಿ. ಬಿಸ್ಮಿಲ್ಲಾಹಿ ವಲ್ಹಮ್ದುಲಿಲ್ಲಾಹ್ ವಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ಅಶ್ರಫಿ ರಸೂಲಿಲ್ಲಾಹ್ وعلى آله وأصحابه الفائزين برضا الله أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونسله جهنم وساءت مسيرا. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. يا سيد الأبرار حبك في دمي نهر على نحب السبابة جاري. لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനമുള്ളോ ഗേറുകെട്ട തങ്ങളവരുകളെ, സ്റ്റേജിലുള്ള ആലിമീങ്ങളെ, ಹಿರಿಯಗಳೇ, ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಕೂಡ ಬಂದಿಟ್ಟು
ನನ್ನ ಶಬ್ದ ಕೇಟುಂಟುಳ್ಳೋ ಬಾಲಕಾರ ಮಕ್ಕಳೇ, ಶಬ್ದ ಕೇಟುಂಟುಳ್ಳೋ ಬಾಕಿ ಉಳ್ಳೋ ಪ್ರಸ್ಥಾನ അനുയായികളെ, മഗ്രിബ് തോളായിട്ടിക്കട് ഒരു സെക്ഷൻ ഇൻഷാ അല്ലാഹ് മഗ്രിബിയുടെ പിന്നെ അർത്ഥപൂർണമായിട്ടുള്ള ഒരു പ്രഭാഷണ ബഹുമാനപ്പെട്ട തോക്കെ ഉസ്താദ് നടത്തുകൊണ്ടു തർക്കത്തിലുള്ള എല്ലാ വിഷയത്തിലും ഉസ്താദ് നിങ്ങളെ ശ്രദ്ധ കൊണ്ടു ചെന്നിട്ടു മഗ്രിബ് തോലുള്ള കുറേ വിഷയം മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കണേ. അല്ലാഹു തആല ഞങ്ങളെ ഈ വൃത്തമല്ല അവരുടെ പൊരുത്തത്തിലാക്കി തെരുമാറാവട്ടെ. ആമീൻ. ഇന്നലെ ನಾನು ಉಪ್ಪಿನಂಗಡಿಯ ಮುಟ್ಟ ಒಳಾಲ್ ನೀರ ಕಟ್ಟಡ ಒಳಗೆ ഒരു ಫಂಕ್ಷನ್ಗೆ വന്നപ്പ കൊറേ ആൾമാർ ഒരു നോട്ടീസ് തന്നാൽ നോട്ടീസ് ഹെഡിംഗിൽ ദി ലൈറ്റ് ഇസ്ലാമിക് എക്സിബിഷൻ ചൊന്നിട്ടായിട്ട് നോട്ടീസിന് മേലുള്ളൂ. ആ നോട്ടീസ് ഒന്ന് ഞാൻ എടുത്തിട്ട് നോക്കിയ അത് ഇൻവിറ്റേഷൻ കാർഡായിട്ട് ഞാനൊന്ന് നോക്കിയ ഇസ്ലാമിക് എക്സിബിഷൻ ഉണ്ടാവുമ്പോ ഏതായെങ്കിലും ഒരു തങ്ങളെ പേരിക്കൂ അല്ലെങ്കിൽ ഏതായെങ്കിലും ഒരു ആലിയുടെ പേരിക്കൂ. കാരണം ഇസ്ലാമിക് എക്സിബിഷൻ അല്ലേ. ആയെങ്കിൽ ആ നോട്ടീസ് ഒന്ന് തുറന്നു നോക്കുമ്പോ അള്ളാഹുടെ തൗഫീഖ് കൊണ്ട് ഒരേ ഒരു തങ്ങളെ പേര് അതിലില്ല, ഒരേ ഒരു ആലിയുടെ പേര് അതിലില്ല, ഒരേ ഒരു മുത്തഅല്ലിമുടെ പേര് അതിലില്ല. അതിലുള്ള ആൾമാരുടെ പേരാര്? പൂജാരിമാർ അതിലുള്ള, സ്വാമിമാർ അതിലുള്ള, ചർച്ചയുടെ ഫാദർമാർ അതിലുള്ള. അതേ ടൈമിൽ ഒരേ ഒരു തങ്ങളുടെ പേര് ആ നോട്ടീസിൽ കാണില്ല, ഒരേ ഒരു ആലിമുടെ പേര് ആ നോട്ടീസിൽ കാണില്ല. പിന്നെ കുറെ ആൾമാർ ചൊന്നാർ ഉസ്താദേ ആ ദി ലൈറ്റ് ചൊല്ലുന്ന പുത്തൂരിൽ നടക്കുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലേ, ആ ഫംഗ്ഷന്റെ പ്രചാരണാർത്ഥ ഏതാ ഒരു സ്വലാഹുദ്ദീൻ മൗലവി ചൊല്ലുത്ത കേരളത്തവണു കർണാടകത്തവണല്ല കേരളത്തവണു ഓർത്തവിടേക്ക് വന്നിട്ട് ഇണ്ടു തോനും ഉപ്പിനങ്ങടില് എല്ലാ അപ്പമാരും ഐക്യത്തെ നിന്നക, എല്ലാ പാലക്കാരക ഒగ్గട്ടു നിന്നക, എല്ലാ ഉമ്മമാരും ഒരേ ആശയത്തിനും ആദർശത്തിനും തത്വത്തെ അടി നിന്നക. സുബ്ഹാനല്ലാഹ്. എല്ലാരും നിസ്കരിക്കുമ്പോ അങ്ങ് തിരിടോ മക്കത്തെ കഅബത്തിക്ക് ഒരാളും നന്റെ കളസത്തെ ഭാഗത്തേക്ക് തിരില്ല, ഉപ്പിനങ്ങടിയുടെ ഭാഗത്തേക്ക് തിരില്ല, വേറെ ഒരു മുഖത്തേക്ക് തിരില്ല. എല്ലാരും നിസ്കരിക്കുമ്പോ തിരയുടെ എവിടേക്ക്? മക്കത്തെ കഅബ ശരീഫ്. എല്ലാരും ചൊല്ലാറ് ഞങ്ങളെ റബ്ബു അല്ലാഹ്, ഞങ്ങളെ റബ്ബു അല്ലാഹ്. ഉപ്പിനങ്ങടിയുടെ എല്ലാ മുസ്ലിമീങ്ങൾ ചൊല്ലും ഞങ്ങളെ റബ്ബു അല്ലാഹ്. ഞങ്ങളെ നബി ആര്? സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും സുബഹി നിസ്കാരത്തെ പിന്നെ ഞങ്ങളെ കയ്യിലെടുത്തിട്ട് ഓതുറും പോലത്തെ കിതാബ് മുസ്ഹഫ്. ഉപ്പിനങ്ങടിലെ എല്ലാ അപ്പമാരും അങ്ങനെ, എല്ലാ ഉമ്മമാരും അങ്ങനെ, എല്ലാ ബാലക്കാരനും അങ്ങനെ, എല്ലാ മക്കളും അങ്ങനെ ആയെങ്കില് ഈ ഒരു ഐക്യത്തെ ഒగ్గട്ടു സോളിഡാരിറ്റി, യൂണിറ്റി, ഈക്വാലിറ്റി, ഈ ഒരു ഐക്യത്തിന് ഒടക്കുകയായിട്ട് കുറയാള് ശ്രമിച്ചോണ്ടുള്ളാറ് ചൊല്ലത് നിങ്ങൾക്ക് എല്ലാവർക്കും അർത്ഥായത് കൊണ്ടായിട്ട് ഈ ഒരു സാഗര സമാനമായിട്ടുള്ള സഭ ನನ್ನ ಎದುರು ನಾನು ಕಾಣೋಟುಳ್ಳೋ ಚೊಲ್ಲಟು ನಾನು ಅರ್ಥಾಕಿಕೊಂಡಿಲ್ಲ. കൊറേ പാലക്കാർ മക്ക ചൊന്നാർ ഉസ്താദേ ഈ പുത്തൂരിൽ നടക്കുന്ന ദി ലൈറ്റ് ചൊല്ലുന്ന പ്രോഗ്രാം ഉണ്ടല്ലേ, അതിന് പ്രചാരണാർത്ഥായിട്ട് മുഞ്ഞാണ്ട് ഉപ്പിനങ്ങടി ടൗണിലോ ആ സ്വലാഹുദ്ദീൻ ചൊല്ലുന്ന മൗലവി വന്നിട്ട് സ്പീച്ച് ആക്കിയോ. പേര് നോക്കുമ്പോ നല്ല പേരിലബ്ബ. കാരണം സ്വലാഹുദ്ദീൻ ദീന്റെ നന്മ ആ ഉസ്താദുമാരുടെ ഭാഷയിൽ ചൊല്ലതുണ്ടു ഇസ്മും മുസമ്മം വെക്കണു അല്ലേ. ഞങ്ങളെ ലീഡർ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെന്തോ? പേര് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദിന്റെ അർത്ഥം എന്നുള്ള മുഹമ്മദിന്റെ അർത്ഥ സ്തുതിക്കപ്പെടുന്ന നേതാവ് ഒക്കല്ലേ. നബി തങ്ങളുടെ പേര് മുഹമ്മദ് വെക്കൂ, അതിന്റെ അർത്ഥം സ്തുതിക്കപ്പെടുന്ന വെക്കൂ. നേതാവായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്തുതിക്കപ്പെടുന്ന ആള്. അതേ ടൈമിൽ ഇയാളുടെ പേരെന്തോ? സ്വലാഹുദ്ദീൻ. ആയെങ്കിൽ ഗ്യാരണ്ടി അയാളുടെ പ്രസംഗ കേട്ട വിഷയം എന്റെ കാതിൽ പോകുന്നപ്പ ഞാൻ പേരിച്ച സ്വലാഹുദ്ദീൻ അന്നബമായ അയാൾ ഫസാദുദ്ദീൻ.
കാരണം ദീന്റെ ഫസാദാക്കുക മെയിനായിട്ട് മാത്രം വന്നാൽ അല്ലെങ്കിൽ ഞാനൊരു പൽക്ക ഇൻട്രഡക്ഷൻ ആയിട്ട് സ്വലാഹുദ്ദീൻ മൗലവിയുടെ കുട്ടിയോണ്ട് വന്ന ആൾമാരില്ലേ അങ്ങനൊട്ടിക്ക് ഞാന് നിങ്ങളെ എലോണു ചൊന്നിട്ടു നിങ്ങൾ കല്ലുപറിച്ചരിയണ്ട നിങ്ങ പേടുപാട്ടുണ്ട് വേണ്ട നിങ്ങളും ഒരു എലോണു ചൊന്നിട്ടു ഞാൻ കേട്ടോണ്ടില്ല എന്റെ ബാലക്കാർ മക്കളെ അപ്പമാരെ നിങ്ങൾക്ക് കർണാടകത്തിൽ ആരും കിട്ടില്ലേ അല്ല ഞാനിപ്പോ കർണാടകത്താവണം അല്ലേ നന്റെ പ്രസംഗത്തെ പിന്നെ മകരവിടെ പിന്നെ ഇൻഷാ അല്ലാഹ് സുദീർഘമായിട്ട് പ്രസംഗിക്കണമ്പോഴത്തെ തോക്കിയ ഉസ്താദ് അല്ലാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ തോക്കിയ ഉസ്താദ് എവിടെയാല് ഞങ്ങളെ കർണാടകത്തെ മുക്കച്ചേരിയിൽ സേവനാക്കിയോണ്ടുള്ള അതേ ടൈമില് നാല് കേക്കട്ട കർണാടകത്തെ ഒരാളെ നിങ്ങൾക്ക് കിട്ടില്ലേ കേരളത്തിൽ പുറത്തൊരു കുട്ടിയും വന്നാൽ ആ കുട്ടിയും വന്നാൽ എന്തെല്ലാം ഇവിടെ ചൊന്തു അയാൾ ഖുർആൻ ഓദിച്ച് ആയത്ത് ഓദിച്ച് ഹദീസ് ഓദിച്ച് ആയെങ്കിൽ ചൊല്ല വിഷയത്തേക്ക് ഈ ഓതി ആയത്തും ഹദീസും ബന്ധമുണ്ടാ അയാൾക്കും അയാളുടെ പടച്ച റബ്ബുക്കും കാരണം എന്ത് കൊണ്ടുണ്ടാ ഈ കണ്ണു പൊട്ടിയ ആൾമാര് കൈകൊട്ടുണ്ട് ഇങ്ങനെ കണ്ണു പൊട്ടിയ ആൾമാർ കൈകൊട്ടില്ലേ ആ കൈകൊട്ടുമ്പോ എപ്പോഴും ഇങ്ങനെ പോകുന്നുണ്ടല്ലാണ്ട് എങ്ങനെ ആവില്ലേ അതിങ്ങനെ പോകുന്നു അല്ലേ പണ്ടൊരുത്ത കുടിച്ചവണോ വേലിയുടെ മുട്ട പോയോണ്ടിരുന്നവണോ കുടിച്ചവണോ കുടിക്കില്ലേ കുടിച്ചവണ് വേലിയുടെ മുട്ട പോകുമ്പോ വേലി എന്ത്ര വേലി മുള്ളെല്ലാം ഉള്ള വേലി അപ്പമാരെ ആ വേലിയുടെ മുട്ട പോയോണ്ടിരിക്കുമ്പോ ഓൺ കുടിച്ചവണല്ലേ ഓൺ ഇങ്ങനെ മാലിടല്ലേ ഓൺ മാലിട്ട് വേലിക്ക് അപ്പുറം പോന്നോട്ടുള്ള അപ്പൊ ഓൺ കൊണ്ടില്ല നാ കുടിച്ചവണുണ്ടു ഓൺ എന്ത്ര ചൊന്നുള്ള വേലി നിന്റെ അവിടെ നിൽക്കുക എന്തെങ്കിലും ഇപ്പുറം ഉണ്ടോ എന്ത്ര കുടിച്ചിട്ട് മാലിട്ട് വേലിയുടെ മേലേക്ക് മൂന്നറാറ് ഓണു അതേ ടൈമിൽ പാവ വേലി അത് എനിക്കാട്ട് അവിടമേ നിന്ന് ആ വേലിയാട്ടിಗೆ കുടിച്ചോൺ ഓടിച്ചോണ്ടെന്നുള്ള വേലി നിൽക്കുന്ന തലസമയില്ലേ വേലിക്ക് തലയില്ല ചൊണ്ടത് വേറെ വിഷയ അയ്യോ കുടിച്ചോൺ അങ്ങനെയല്ലേ ചൊല്ലോ നിൽക്കുന്ന തലസമയില്ലേ നിന്റെ അവിടെ നിണ്ടെങ്കിൽ മെയ്യാവില്ല ഇപ്പുറത്ത് എന്തി വണ്ടോ ഇതുപോലെ ഇവിടെ വന്നിട്ട് സുമാറ് വിഷയ ചൊന്തു ആ വിഷയത്തിൽ ഉപ്പിനങ്ങടങ്ങാറായുള്ളാരാ ഇല്ല വിട്ടത്തങ്ങാറായുള്ളാരാ ഇല്ല എന്റെ കളസത്തങ്ങാറായുള്ളാരാ ഇല്ല അതേ ടൈമിൽ ചൊന്ന വിഷയത്തിന് സുമാർ ആയത്തും ഹദീസെല്ലാം ഓതി ആയെങ്കില കണ്ണ് പൊട്ടിയവണും കള്ളു കുടിച്ചവണും കൈകൊട്ട പോലെ അത് ഇങ്ങനെ ആയിട്ടല്ലാണ്ട് ഇങ്ങനെ ആയില്ല പണ്ടത്തെ ബാങ്ക് കൊടുക്കുമ്പോ വിളിച്ചോല്ല അയ്യാല സ്വരഫല ബാങ്ക് കൊടുക്കണം എങ്ങനെ വിളിക്കണോ ഹയ്യാല സ്വല ഹയ്യാലൽ ഫല അത് രണ്ടും ഒരേ ടൈമിലാവട്ടെ ടൈം യാർ ലാഭമായിട്ട് കിട്ടല്ലേ ചൊന്ന് വിചാരിച്ചിട്ട് ബാങ്ക് കൊടുക്കുന്ന ആൾ വിളിച്ചെത്തൂല ഹയ്യാല സ്വരഫല ഇതുപോലെ എന്തിനു ചൊന്നേട്ടേ കൊണ്ടില്ലാണ്ട് ನಾನು ಓದಿಯ ಆಯತು ಹದೀಸು ನಾನು ಚೊನ್ನ ವಿಷಯಕ್ಕೆ ಬಂಧವುಂಟಾ ಇಲ್ಲೇ ಅದು ಗೊತ್ತಿಲ್ಲ ಕೊರೇ ವಿಷಯ ಬಂದಿಟ್ಟು ಎದುರುದ ಚಾಲ್ ಮಾರ್ಗ ಕಾರಿಟ್ಟು ಕೊಡ್ತು ಕುಡಿಕುರು ನೀಗ ಅಲ್ಲೇ നല്ല ഒറ്റ മൂലി ഗ്യാസ് എല്ലാം പോയി പോകും കുടിക്കുറു ചെന്ന് കൊടുത്തു ആയെങ്കിൽ ഈ കുടിച്ചത് എന്താക്കിയാറ് അങ്ങനെ ഉൾക പോവാതെ അത് ഉടമെ കാരിട്ട് പോയാ അൽഹംദുലില്ലാഹ് ആ നജസ് എല്ലാം നീക്കുകൊള്ളു ഭാഗ്യ നമുക്ക് കിട്ടി അതും കൊറിയാന്മാർ ചൊല്ലുമാറ് നോപ്പൽ കണസമൻ ചൊന്തു ഞങ്ങ കാറിയതെല്ലാം കൈ കൊണ്ട് ക്ലീൻ ആക്കിയാരിങ്ങ അതൊക്കെ ഞങ്ങ വേണ്ടേ കാറിയതൊക്കെ കയ്യിൽ ക്ലീൻ ആക്കിയാൽ അതൊരു ആലങ്കാരിക പ്രയോഗം അത് മജാസും ഹക്കീക്കത്തും എല്ലാം ഓടി പഠിക്കണം നിങ്ങൾക്ക് എന്ത്ര മജാസ് എന്ത്ര ഹക്കീക്കത്ത് ഹക്കീക്കത്തും മജാസും ഗുಂತಿന്നുണ്ടായെങ്കിൽ 3/4 ಗಂಟೆ അവിടാണ് ഇല്ല അത് വേറെ വിഷയ ഇക്കട്ട് മുസ്ലിമീങ്ങളെ നാ ഒരു വിഷയം ചൊല്ലട്ട ഞാനിവിടെ സ്പീച്ച് ആക്കിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ സ്പീച്ച് ആക്കിയ പിന്നെ നക്ക് മകരവിടെ പിന്നെ മൂടർക്കത്തിൽ ഒരു ആളുണ്ട് പോണ്ട മുന്നോലു ഞാൻ പോയ പിന്നെ നൗഫൽ കണസ 1.5 ಗಂಟೆ സ്പീച്ച് ആക്കിയിട്ടില്ല ആയെങ്കിൽ അയാൾ അപ്പറ ഇപ്പറ കട്ടി വെച്ചിട്ട് അയാൾ ചൊല്ലണായ പോലെ ചൊന്നില്ല അങ്ങനെ ആർക്കായെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടുണ്ടായെങ്കിൽ നൗഫൽ കണസ ജസദ് റൂഹ് സമയത്ത് നിങ്ങൾ എതിർന്നു നിன்ற അതുകൊണ്ട് ആണ് മോൺ ഇന്നെങ്കിൽ സുന്നത്ത് ജമാഅത്ത് ആദർശത്തെ എതിർക്കിടോ ആണ് മോൺ ഇന്നെങ്കിൽ നണ്ടകാണ്ടി വയസ്സ് വലിയവനായിട്ടിക്കോ നണ്ടകാണ്ടി താടി ആറയിക്കോ നണ്ടകാണ്ടി ഹൈറ്റ് ആറയിക്കോ നണ്ടകാണ്ടി അകല ആറായിട്ടിക്കോ നക്ക് വലിയ വിഷയമേ അല്ല അതുകൊണ്ട് ആണ് മോൺ ഇന്നെങ്കിൽ ഡയറക്റ്റ് എതിർ പറഞ്ഞു വന്നിട്ട് ഉസ്താദെ നിങ്ങൾ ഈ ചൊന്ന വിഷയത്തിൽ നക്ക് ഡൗട്ട് ഉണ്ടോ ആ ഡൗട്ട് നിങ്ങൾ ക്ലിയർ ആക്കി തരണം കേക്കട ആണമോ എന്നെങ്കിൽ ഹാർട്ട്ലി വെൽക്കം ഹൃത്പൂർവക സ്വാഗത ನಾನು ಚೊಳ್ಳೆ ಗೊತ್ತುಂಡ ನಕ್ಕೆ ಒಂದು ವಿಷಯ 100% ನಕ್ಕೆ ಡೌಟೇ ಇಲ್ಲ ಎಂದ್ರು ನನ್ನ ಎದುರು ಉಳ್ಳೋ ಸಲಫಿ ನನ್ನ ಎದುರು ಉಳ್ಳೋ ಜಮಾഅತೆ ಇಸ್ಲಾಮಿ ನನ್ನ ಎದುರು ಉಳ್ಳೋ ತಬ್ಲೀಗ್ ಜಮಾഅತೆ ಅದು ಏದು ನೂತನವಾದಿ ಪಂಗಡತವಣ ಆವಟ್ಟಿ ಅವನಿಗೆ പഠിപ്പില്ല ചൊല്ലത് നൗഫൽ കണസക 100% ಗೊತ್ತುಂಟು പഠിപ്പില്ലാത്തതുകൊണ്ട് വിളിക്കുക എന്ത് പേടി മക്കളെ
ഉസ്താദ് എനിക്ക് പഠിപ്പില്ല എല്ലാം ഇൻഷാ ഇതാ ഈ കെട്ടിന തുറക്കുക പോണ്ടത്തരെ ഈ പൊട്ടാക്കിയുടെ തീ കത്തുവാട്ടെങ്കിൽ പട്ട 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 പൊട്ടിയും പോണ്ടു ഇൻഷാല്ല അത് മഗ്രിബ് തോലും പൊട്ടിയ പിന്നെ തോക്കിയ ഉസ്താദ് ബോംബെ കൊന്നിട്ട് പൊട്ടുപൊട്ടു ഇൻഷാല്ല. ഏതായാലും ഒരു വിഷയം ചൊല്ലട്ട, അങ്ങനെ കേൾക്കുക ധൈര്യമുള്ള ആൺമക്ക എന്നെ എതിർ പറ വന്ന പിന്നെ കേട്ട പിന്നെ ഞാൻ ഉത്തര ചൊന്ന പിന്നെ ഞാൻ അവന്റെ കേൾക്കുവേ മോനെ നീ കേട്ട ക്വസ്റ്റ്യനിಗೆ ನೌಫಲ್ ಕಳಸ ಉತ್ತರ ತಂತ ಇಲ್ಲೇ ಓಕೆ ಆ ಎಂಗಿಲ್ പിന്നെ ನೀನು 3/4 ಗಂಟೆ ಸಂಘಟನೆಯಲ್ಲಿ ಇಕ್ಕೋದೀರಾ കാരണം ಉತ್ತರ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ പറഞ്ഞല്ലേ അതേ ടൈമിൽ സമ അല്ലാണ്ടായെങ്കിൽ നൗഫൽ കളസ ആയാത്തുണ്ടോ ഞാൻ നിങ്ങളൊಟ್ಟಿಗೆ കേൾക്കുവേ എന്തുകൊണ്ട് സമ അല്ല അല്ല അതും കൂടി ഒരു ഉത്തര തരണല്ലേ കേക്കട ക്വസ്റ്റ്യനിಗೆ ನಾನು ಉತ್ತರ ತರುമ്പോ ಅದರ ಬಗ್ಗೆ ನಿങ്ങളൊಟ್ಟಿಗೆ ನಾನು ಕೇಕಡ അങ്ങനെ ആണുമോടിന്നെങ്കിൽ പ്രോത്സാഹന നിങ്ങ ഉപ്പിനങ്ങണ്ട അങ്ങനത്തെ ഇക്കാലെ ഗ്യാരണ്ടി അതേ ടൈമിൽ മൈക്കാൽ തിക്കുവാറല്ലേ ഇൻഷാ അല്ലാഹ് മഗ്രിബിടെ കഴിഞ്ഞ പിന്നെ കൊറിയനാറ് ഞാൻ സ്റ്റേജിലിരിക്കുവേ നിങ്ങൾ എത്ര വലിയ ബൊമ്പായെങ്കിലും സാക്ഷാത്ത് ഇബ്ലീസ് ആയെങ്കിലും പോലും നിങ്ങൾ കുട്ടിയോട്ട് പോരോ നൗഫൽ കലസുഖ പേടിയില്ല മുസ്ലിമീങ്ങളെ ഞങ്ങൾ ഇസ്ലാമിയുടെ ആൾമാർ അള്ളാഹുടെ മുട്ട സ്വീകാരായ ദീന് ഒന്ന് മാത്രം പരിശുദ്ധ ഇസ്ലാം. ഖുർആനിൽ അല്ലാഹു തആല ചൊല്ല ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം അള്ളാഹുടെ മുട്ട സ്വീകാരായ ദീന് ഇസ്ലാം. അപ്പൊ ഉപ്പിനങ്ങളുടെ ബാലക്കാർ മക്ക ചൊല്ലാറ് ഉസ്താദെ നിങ്ങ ചൊന്ന സമ അള്ളാഹുടെ മുട്ട സ്വീಕಾರ ಆಯ ದೀನ್ ಇಸ್ಲಾಂ ಒಕ್ಕು ನಂಗೆ ಎಲ್ಲರಿಗೂ ಗೊತ್ತುಂಟು ಉಸ್ತಾದೆ ಅದೇ ಟೈಮಲ್ಲಿ ನಿಂಗ ಚೊಲ್ಲ ಈ ಇಸ್ಲಾಂ ಏದು അല്ലെ അതൊരു ബാലക്കാര മക്കളുള്ള ഒരു സംശയമല്ലേ നിങ്ങൾ ചൊല്ല ഈ ഇസ്ലാം ഏത് കാരണ സുന്നത്ത് ജമാഅത്തിലെ ഉസ്താദുമാർ ചൊല്ലാറ് ഇസ്ലാമിയുടെ ആൾമാര് അങ്ങ അല്ലേ സലഫിങ്ങ വന്ന് ചൊല്ലാറ് ഇസ്ലാമിയുടെ ആൾമാര് അങ്ങ ജമാഅത്തെ ഇസ്ലാമിറങ്ങ വന്ന് ചൊല്ലാറ് ഇസ്ലാമിയുടെ ആൾമാര് അങ്ങ തബ്ലീഗി ചൊന്നിട്ട് പിന്നൊരു വിഭാഗമുണ്ട് അങ്ങ ഇതുപോലെ സ്റ്റേജിൽ എന്തും പറ്റില്ല ഓരോ അങ്ങടിക്ക് പോയിട്ട് വലിയ ജുബും താടിയെല്ലാം വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് അങ്ങനെ ആണെ പറം കൂടി ഞാൻ ലാസ്റ്റ് ചൊല്ലേ കാരണം ഒരു മൂത്തുക്ക് പറയുമ്പോ എല്ലാത്തും കൂടി നോക്കിട്ടല്ലേ പോണായത് അല്ലെ വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന വലമു മിൻകും ഖാസ്സ സലഫിങ്ങ ഫംഗ്ഷൻ നടക്കുമ്പോ ഞങ്ങളെ ഇളങ്ങമാരല്ലേ തബ്ലീഗിടങ്ങ ഞങ്ങളെ മൂത്തങ്ങമാരല്ലേ ജമാഅത്തിറങ്ങ ആ ബിയാറ പേടിച്ച് ഏതായാലും വന്നു പോയത് കൊണ്ട് എല്ലാവർക്കും ഉറക്കത്തിക്ക് ഉത്തരം വന്നു പോണ്ട് ഇൻഷാ അല്ലാഹ് അതേ ടൈമിലു ഇസ്ലാം ചൊല്ലത് ഞങ്ങൾക്ക് എല്ലാവർക്കും റബ്ബുടെ മുട്ട സ്വീകാരായ ദീനിന്റെ നമുക്ക് ഗൊന്തുണ്ടു ഉസ്താദെ നിങ്ങ ചൊല്ല ഇസ്ലാം ഏത് പണ്ടൊത്ത ഈ മലപ്പുറത്തു അങ്ങാടിക്ക് പോയിട്ട് നിസ്കാര സുബൈ നിസ്കാരത്തിന് അബ്ബമാർക്ക് ഒരു സ്വഭാവം ഉണ്ട് എന്തോ ഔത്തൊരു പെണ്ണെ ചായ ആക്കി തന്നെങ്കിലും മർമൂല് ചായ ആക്കി തന്നെങ്കിലും പള്ളിയുടെ ഔത്തുക്ക് സുബൈ നിസ്കരിച്ച് വരുമ്പോ ഒരു ഗൂഢങ്ങടി ഉണ്ട് ആ ഗൂഢങ്ങടിക്ക് പത്തിട്ട് ഒരു ചായവും ഒരു പുട്ട് തിന്നോ ചന്ദ്ര ഒരു സ്വഭാവം ഉണ്ട് ഇവിടെ ഗൊന്തുണ്ടാവാൻ ഗൊന്തില്ല ആ പുട്ട് തിന്നോണ്ടിരിക്കുമ്പോ അവിടെ ഈ മുന്നോത്തന്റെ ആ റായത്തില് ഒരു 3/4 ಗಂಟೆ കൊണ്ട് സ്പീച്ച് ആയി പോയിട്ട് പിറ്റേന്ന് സുബൈക്ക് ചായ ബീത്രോ പോക്കറാക്ക അന്തുമോണിച്ചൊട്ടിಗೆ കേട്ട് അല്ല അന്തുമോണിച്ച ഇന്നലെ സ്പീച്ചിനെ കേട്ടിയെ ഒരു സലഫിടോ ഒക്കെ കേട്ടെ അയാൾ സുമാർ ചൊന്നതിനെല്ലാം നേരുണ്ടല്ലേ അപ്പൊ ഈ അന്തുമോണിച്ച മുണ്ടരിച്ചു ഓക്കല്ലേ പിറ്റേണ്ട് ജമാഅത്തെ ഇസ്ലാമിനോട് സ്പീച്ച് നടന്നിട്ട് ആ പിറ്റേണ്ട് ചായ കുടിക്കുമ്പോൾ വന്ന് അന്തുമോണിച്ചൊട്ടിಗೆ പോക്കറാക്ക കേട്ട് അല്ല അന്തുമോണിച്ച ഇന്നലെ ജമാഅത്തെ ഇസ്ലാമിനോട് സ്പീച്ച് നടന്നിട്ടല്ലേ അതിന് സുമാർ സമമുണ്ടല്ലേ കാരണം ഖുർആനും ആയത്തും ഹദീസും ഓതിച്ചൊന്നല്ലേ അപ്പൊ ഇയാൾ പോക്കറാക്ക തോക്കു സുമാർ സമമുണ്ട് പിന്നെ തബ്ലീഗ് ജമാഅത്തോണ്ട് സ്പീച്ച് നടന്നിട്ട് ആ സ്പീച്ച് കേട്ട് പിന്നെ പിറ്റേണ്ട് ചായ കുടിക്ക് പറയുമ്പോ കേട്ട് അല്ല അന്തമോണിച്ച പോക്കറാക്ക ചൊല്ലു തബ്ലീഗിനോണ്ട് സ്പീച്ച് കേട്ടാറാ നല്ല വിഷയല്ലേ കാരണം എല്ലാം ഖുർആനും ആയത്തും ഹദീസും ഓതിട്ട് ചൊന്നറല്ലേ പിറ്റേണ്ട് എല്ലാത്തിനും ഒരേ മറന്ന് അങ്ങനെയല്ലേ സുന്നത്ത് ജമാഅത്ത് ഹാലി നീങ്ങ പോയിട്ട് പ്രസംഗിച്ച അപ്പം പ്രസംഗം കേട്ടപ്പോ ഇയാൾ ചൊന്നു ഇന്നലെ ആ ഉസ്താമാരുടെ സ്പീച്ച് കേട്ടി എല്ലാം സമമുണ്ടല്ലേ ഒരേ സമമുണ്ട് ഇതെല്ലാം കേട്ട പിന്നെ ഈ പോക്കറാക്കൊട്ടി അന്തുമോനിച്ച കേട്ട് ഇല്ല മുഞ്ഞാണ്ട് സലപ്പിറോണ്ട് പ്രസംഗം കേട്ടപ്പോ നിങ്ങൾ ചൊന്നാറ് എന്തൊരു ചൊന്നാറ് അവണ്ടത് സമമുണ്ടു ജമാഅത്തിനോട് പ്രസംഗിച്ചപ്പോ അവണ്ടതും സമമുണ്ടു തബ്ലീഗിനോട് പ്രസംഗിച്ചപ്പോ അവണ്ടതും സമമുണ്ടു അല്ല നിങ്ങൾ ഇതെന്തോ ഇങ്ങനെ ചൊന്നോണ്ടുള്ളൂ അപ്പൊ അയാൾക്കെടുത്ത് നീ ചൊന്നതും സുമാർ സമമുണ്ടു നോക്കുക അപ്പൊ ഏതെങ്കിലും ഒന്നിലായി പോകത്തീരാ അല്ലെ ഒരു കാറ് ഈ നിക്കടോ ഒരു ജീപ്പിടെ ഉൾക പിന്നൊരു കാറ് അപ്പുറം നിക്കട കാറ്
ഒഴുക വെച്ചെങ്കിൽ ഓൺ എത്തണായ ജാഗത്ത് എത്തുവാണ് പാതി പോന്നിട്ട് മയ്യത്തായിട്ട് തണ്ണി പോലായി പോവാ അല്ലേ ഒത്ത മെയ്ക്കാലത്തിന് പോണുണ്ട് മേരിക്കറോ ഒരു ജീപ്പിടെ ഒഴുക ഒരു കാല് വെച്ച പിന്നൊരു കാലിനൊഴുക ഏത് വെച്ച കാറൊഴുക പിന്നൊരു കാല് വെച്ച മെയ്ക്കാലത്ത് എത്തുവാണ് വലിയ ഭംഗല്ലേ അതേ ടൈമിൽ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കണു മക്കളെ നാളെ റബ്ബുടെ കോർട്ടിൽ വരുമ്പോ കുറെ അപ്പമാർ കേൾക്കുവാർ ഉസ്താദെ എന്തിനായിട്ട് സ്ഥലത്തിങ്ങ നിസ്കരിക്കില്ലേ ജമയത്തിലങ്ങ പാവത്തെ പെൺമക്കളെ ബാൽപാട്ടി കൊടുക്കില്ലേ ഭർത്തി പാവത്തെ പെൺമക്കളെ ബാൽപാട്ടി കൊടുക്കുന്ന എല്ലാ ഇഷ്ടം ഇൻഷാ അല്ലാഹ് എല്ലാ ആക്കില്ലേ ഉസ്താദെ പിന്നെന്തിക്ക് അങ്ങനെ ദൂരോ ഞങ്ങൾ അങ്ങനെ സ്വരത്തിന് പോകേണ്ട വേണ്ട ഏതായെങ്കിൽ എന്തോ അപ്പ കൈ നിസ്കരിക്കുമ്പോ നെഞ്ഞിനെ മേൽ കെട്ടിയെന്തോ കീഴ് കെട്ടിയെന്തോ പിറവ് കെട്ടിയെന്തോ അങ്ങനല്ലേ ഇങ്ങനെ സ്വഭാവം എന്തോ നിസ്കരിക്കുമ്പോ കൈ നെഞ്ഞിനെ മേൽ കെട്ടോ അപ്പൊ തീർത്ഥാടനക്ക് മുക്കാമുക്കിക്ക് പോയപ്പോ നണ്ടയിൽ എതിർന്ന പാലക്കാരമൊക്കെ കേട്ടാർ ഉസ്താദെ ഈ മുക്കാൽ ഗಂಟೆ നിസ്കരിക്കുമ്പോ എന്തെങ്കിലും നെഞ്ഞിര മേൽ കെട്ടു കൈ അപ്പൊ നാ ചൊന്നെ നെഞ്ഞിര മേൽ ചൊന്നെങ്കിൽ ഡേഞ്ചർ കോഷൻ അല്ലേ ഇത് മുൻസൂചന നന്റെ പിറവ് നിസ്കരിച്ചിട്ടുണ്ടല്ലപ്പാ നിസ്കാരം സ്വീകാരാവൂല്ലേ അങ്ങനെ ഡേഞ്ചർ കോഷൻ ആയിട്ട് ഇക്കട അത് ഞാൻ അവിടെ തമാശക്ക് ചൊന്ന ഏതായാലും ഒരു ആൾമാർ കേൾക്കണാറ് നിസ്കരിക്കുമ്പോ നെഞ്ഞിര മേൽ വെച്ചെങ്കെന്തോ കീഴ് വെച്ചെങ്കെന്തോ അടർ കീഴ് വെച്ചെങ്കെന്തോ അതുപോലെ നിസ്കാരത്തെ പിന്നെ ഇമാമ് ദ്വാരക്കുമ്പോ മഹമൂമിങ് ആമീൻ ചൊന്നെങ്കെന്തോ ചൊന്നില്ലെങ്കെന്തോ സുബൈ നിസ്കാരത്തും കുനു തിന്നെങ്കെന്തോ ഇന്നില്ലെങ്കെന്തോ പെണ്ണ് പള്ളിക്ക് ജുമാഅത്തുക്കും ജമാഅത്തുക്കും വന്നെങ്കെന്തോ വന്നില്ലെങ്കെന്തോ എന്തായെങ്കെന്തോ അപ്പാ ഞങ്ങൾ എല്ലാം മുസ്ലിമീങ്ങ അല്ലേ കൊറിയാൽമാർ അങ്ങനെ ചൊന്നിട്ടുള്ള ഇപ്പത്തെ ലേറ്റസ്റ്റ് മുസ്ലിം ഉണ്ട് പേരിന്നങ്ങ എല്ലാം മുസ്ലിമീങ്ങ അല്ലേ കൊറിയാൽമാർ ഇപ്പൊ വലിയ ചിന്തക്കന്മാരായിട്ട് കൊറിയാൽമാർ ഇങ്ങനാണ് അങ്ങനെ കേൾക്കണെന്തുണ്ടാ മുസ്ലിം ഉണ്ട് പേരിന്നങ്ങ എല്ലാം മുസ്ലിമീങ്ങ അല്ലേ അങ്ങനെയായിട്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ കേൾക്കണായിട്ട് ആറൊട്ടിಗೆ ಬಂತುಂಡ ഈ റായത്തുള്ള മുക്കാൽ ഗಂಟೆಗಳൊಟ್ಟಿಗೆ കാരണം എന്തോ ഞങ്ങളെല്ലാം മുസ്ലിം പേരുള്ളങ്ങല്ലേ ನನ್ನ പേര് നൗഫൽ കാസ നൗഫൽ ഇസ്ലാമുടെ പേര് ഈ സ്റ്റേജിലുള്ള ഉസ്താദുമാരുടെ പേരെല്ലാം മുസ്ലിം പേരുള്ളങ്ങ അതേ ടൈമിൽ മുക്കാൽ ഗಂಟೆ ചൊണ്ട എന്തിനെ ಬಂತುಂಡ ഈ തെച്ചിട്ടുള്ള ആനിമേങ്ങ ആരും മുസ്ലിമീങ്ങ അല്ല ഒരു പക്ഷേ ഞങ്ങൾ ഉപ്പിനങ്ങണ്ട ബാലന്ന മുസ്ലിം ആയിട്ടിക്കും അതേ ടൈമിൽ എങ്ങാരും മുസ്ലിമീങ്ങ അല്ല ഈ തെച്ചിട്ടുള്ള സദസ്സിലുള്ള അപ്പമാരും പാലക്കാരും ഒക്കെ അങ്ങനെ ആരും മുസ്ലിമീങ്ങ അല്ല ഇതെല്ലാം ചൊല്ലുമ്പോ അപ്പൊ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ കേൾക്കണ ആറൊಟ್ಟಿಗೆ ഞങ്ങളെ റായത്തുള്ള മുക്കാൽ ഗಂಟೆಗಳൊಟ್ಟಿಗೆ ഇക്കട്ടെ ഞാൻ ആ ഭാഗത്തേക്ക് പോകണ്ടില്ല നിങ്ങൾ മുസ്ലിമീങ്ങളെ മനവരിಕೆ ಹಾಕണോ ഞങ്ങളെ റായത്തുള്ള മുക്കാൽ ഗಂಟೆಗಳ വലിയ വിഷയം എന്തിനെ ಗೊತ್ತುಂಡ സുമാറ് ഇൻട്രഡക്ഷൻ ചൊല്ലോಗಿಂತ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ ആ ഭാഗത്തേക്ക് പോകണ്ടില്ല ഞങ്ങളെ റായത്തുള്ളൂ മുക്കാൽ ഗಂಟೆ ഞങ്ങൾ തർക്കത്തുള്ള വിഷയ നിസ്കരിക്കുമ്പോ കൈ കെട്ടണായത് എവിടെയാച്ചുള്ള വിഷയത്തിൽ മാത്രമല്ല വെള്ളിയാഴ്ച ജുമാക്ക് ബാങ്ക് ജണ്ട ഒന്ന് ആ വിഷയത്തിൽ മാത്രമല്ല സുബൈ നിസ്കാരത്തിന് കുനൂത്തുണ്ടാ ഇല്ലേ ആ വിഷയത്തിൽ മാത്രമല്ല പിന്നെ എന്തിനെ ಗೊತ್ತುಂಡ ഈ റായത്തുള്ള മുക്കാൽ ഗಂಟೆ ആൾമാർ ചൊന്നോണ്ടുള്ള എന്തിനെ ಗೊತ್ತುಂಡ ഈ സ്റ്റേജിലുള്ള ആലിമീങ്ങ തങ്ങന്മാര് സദസ്സിലുള്ള വലിയ വലിയ ഉസ്താദുമാര് ഈ താടിയും തലകെട്ടും കെട്ടി വന്നിട്ട് എതിർ വെച്ചിട്ടുള്ള അബ്ബമാര് നല്ല തൊപ്പി വെച്ചിട്ട് നന്റെ എതിർ ഉദച്ചിട്ട് ചുറ്റുമുത്തും നിന്നിട്ട് സ്പീച്ച് കേട്ടോട്ടുള്ള സുന്നത്ത് ജമാഅത്ത് പാലക്കാരുമൊക്ക ഇങ്ങ ആറും മുസ്ലിമീങ്ങ അല്ല നോക്കൂ നിങ്ങ അപ്പൊ ഞാൻ മുസ്ലിം അല്ല ഈ സ്റ്റേജിലുള്ള ഉസ്താദുമാർ മുസ്ലിമീങ്ങ അല്ല നിങ്ങൾ ആരും മുസ്ലിമീങ്ങ അല്ല അപ്പൊ നിങ്ങൾ പേരിക്കുവാർ ഉസ്താദെ നിങ്ങൾ ഇത് വെറുതെ ചൊല്ല അല്ല മക്കളെ ഇതെല്ലാം പ്രൂഫ് സമയത്ത് എടുത്തോണ്ട് വന്നേ കാരണം ബാർ നൊറോടി തരണല്ലേ ബാറിൽ കൊറിയ ബാക്കിയായെങ്കിൽ എന്താവും ഗ്യാസ് ട്രബിൾ കൊണ്ടുപോകും പിന്നെ പാടെ ഇവിടെ എല്ലാം മണക്ക് കുസുറാവും അപ്പൊ അതുകൊണ്ട് ഡോക്ടർമാർ എപ്പോ ചൊന്നില്ലേ ബാർ കൊറിയ കാലിയായിട്ടില്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ യാറുണ്ട് അപ്പൊ ബാർ നൊറോടി തറോगे ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വന്നിട്ടുള്ളൂ അപ്പൊ നോക്കൂ നിങ്ങൾ ഇത് ഏത് ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം ചൊല്ല ഒരു ബുക്ക് ലേഖനം ഈ ലേഖനം എന്തിനാണ് ಗೊತ್ತುಂಡ ബൈ കെ ഉമർ മൗലവി കേരളത്തിലോ മുക്കാൽ ഗಂಟೆ ആൾമാരുടെ വലിയ ലീഡർ ഉമർ മൗലവി ആ ഉമർ മൗലവി ഇതിന് എന്തിനെ ಗೊತ್ತುಂಡ നോക്കൂ നിങ്ങൾ ആകയാൽ മുഹയ്യിദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ എന്ന് ഒരു പ്രാവശ്യം തേടിയാൽ 4 പ്രാവശ്യം കാഫിറാകും കേട്ടില്ലേ നിങ്ങൾ എന്തിനെ കുത്തുബിയത്തിൽ ഞങ്ങൾ മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കില്ലേ എങ്ങനെ വിളിക്കണോ യാ ഗൗസു യാ മുഹയ്യിദ്ദീൻ അബ്ദൽ ഖാദിരിൽ ജീലാനി യാ ഗൗസു യാ മുഹയ്യിദ്ദീൻ അബ്ദൽ ഖാദിരിൽ ജീലാനി അങ്ങനെ ഒരു ബട്ട
മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുടെ ബിൽച്ചെങ്കിൽ 4 ബട്ട കാഫിറാവട ചൊന്നെങ്കിൽ ഇസ്ലാമുടെ പുറത്തു പോകണ്ട. സുബ്ഹാനല്ലാഹ്. ഇത് റബീഉൽ ആഖിറത്തീന്ന് വന്ന ടൈമല്ലേ? ഈ തിങ്ങളിൽ എത്ര കുത്തുബിയത്ത് അങ്ങ് ഒരു ബട്ടമാ, ഒരു കുത്തുബിയത്തിൽ 1000 ബട്ടം അങ്ങ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുടെ ബിൽക്കിട അല്ലേ? അപ്പൊ ഇങ്ങളെ ഭാഷയിൽ ഇങ്ങ എന്ത്ര ചൊന്നറോ? ഒരു ബട്ട ബിൽച്ചെങ്കിൽ 4 ബട്ട ഇസ്ലാമുടെ പുറത്തു പോകണ്ട. 4 ബട്ട ഇസ്ലാമുടെ പുറത്ത് പോകുമ്പോ ഒന്ന് കേൾക്കണുണ്ട്, ഒർക്ക ഇസ്ലാമുടെ പുറത്ത് പോയെങ്കിൽ പിന്നെ എപ്പം ഉൾക വന്നോ? അല്ല അങ്ങനെ ഉണ്ടല്ലേ? ഇങ്ങ എന്തും ഇല്ല വെട്ടാച്ച് ഫസ്റ്റ് അഡ്വാൻസ് ആയിട്ട് ചൊന്നുകൊണ്ടു കൊറേ അകല്ല ബാടി കിടക്കുമ്പോ ഫസ്റ്റ് ഒരു അഡ്വാൻസ് കൊടുക്കൂല്ലേ? അതുപോലെ അഡ്വാൻസ് ആയിട്ട് ചൊന്നുകൊണ്ടു എന്തോ 4 ബട്ട ഇസ്ലാമുടെ പുറത്ത് പോയാ കാരണം പിന്നൊക്കെ ഇസ്ലാമുടെ പുറത്ത് പോവാട്ടോണ്ടില്ലല്ലേ? നാന് കേക്കടോ ഒർക്ക ഇസ്ലാമുടെ പുറത്ത് പോയ ഓണ് എപ്പ ഉൾക വന്നോ? ഉൾക വന്നെങ്കല്ലേ പാടും പോയാ പിന്നും പോയാ അതോ പിന്നും പോയാന്ന് ചൊല്ലോ. ഒർക്ക പോയവണ് എപ്പളപ്പാവോണ് ഇസ്ലാമിയുടെ ഉൾക വന്നോ? അപ്പ ഇങ്ങനെ താടി വീടാ ചൊല്ലോ എന്തിക്കില്ല. നിങ്ങൾ മനവരിക്കാക്കണോ? ഞങ്ങൾ കുത്തുബിയത്തിൽ 1000 ബട്ട വിരിക്കണോ? ഒരു ബട്ട വിരിച്ചെങ്കിൽ 4 ബട്ട ഇസ്ലാമിയുടെ പുറത്ത് കൊണ്ടോ? നാന് മൾട്ടിപ്ലൈ ബേന്മാരെ പോലെ പഠിച്ച എന്റെ ബാലക്കാർ മക്കളൊട്ടിക്ക് കേക്കിടെ 1000 × 4 സമം 1000 × 4 is equal to how much? എത്ര? 4000. 4000. വെരി ഗുഡ്. 4000. അപ്പൊ ഈ തെച്ച ഉസ്താദുമാരും സദസ്സിലുള്ള ഹിരിയങ്ങോ ഈ കണ്ട ബാലക്കാർ മക്ക ഇങ്ങനെയുള്ള ഒരു കുത്തുബിയത്ത് കഴിഞ്ഞിട്ട് ഔത്ര പുറത്ത് പറയുമ്പോ 4000 ബട്ട ഇസ്ലാമിയുടെ പുറത്ത് പോയിട്ട് ഇക്കിടാറ്. പണ്ടൊരുത്ത ചൊന്ന അപ്പെങ് ഉസ്താദെ ഞാനിങ്ങനെ ചൊന്നോണ്ടിരിക്കുമ്പോ ഒരു ബാലക്കാർ അയച്ചിട്ടുണ്ടേ ചൊന്ന ഉസ്താദെ അപ്പെങ് നിങ്ങളുടെ ഭാഷയിൽ കാഫിറിന് ചെന്നെങ്കിൽ കാഫിർ കാരണം ഉറക്ക പോയെങ്കിലേ കാഫിറുള്ളൂ. ഇത് 4000 ബട്ട് പോകണമെങ്കിൽ അത്ര ശബ്ദം കൊടുക്കണല്ലേ ഉസ്താദേ? ഇതായിട്ട് നിങ്ങളെ ആണേപാറ. അപ്പൊ ഞങ്ങൾ ആരും മുസ്ലിമീങ്ങ അല്ല. ഇനി അത് മാത്രമാ അത് കഴിഞ്ഞിട്ട് പാടൻ ചൊല്ലു നോക്കൂ നിങ്ങ എന്തേ? അപ്പൊ ഒരു ചോദ്യമുണ്ട് എന്തോ മക്കത്ത് അബൂജഹലില്ലേ? അബൂജഹൽ ഇസ്ലാമിയുടെ പുറത്തുള്ളവനല്ലേ? ആ അബൂജഹലും ഈ കാണ്ട ഞങ്ങളെല്ലാം ഒരേപോലെ അബൂജഹലും ഇസ്ലാമിയുടെ പുറത്തു പോയമോ? സുന്നിങ്ങും ഇസ്ലാമിയുടെ പുറത്തു പോയങ്ങ അല്ലേ? അപ്പൊ അബൂജഹലും ഈ സുന്നിങ്ങ ഒരേപോലെ അത് നിങ്ങളെ മനസ്സ് കേട്ടില്ല. നിങ്ങൾ എന്താ ചൊല്ലുണ്ട? അബൂജഹലിന്റെ കാണ്ടി എടുത്തിട്ടങ്ങ സുന്നിങ്ങ. നിങ്ങൾ പഠിക്കണം അപ്പമാരെ, നിങ്ങൾ പേരിക്കുമാര് എന്തിനായിട്ട് ഈ ഉസ്താദുമാർ സ്റ്റേജിൽ പത്തിട്ട് നിസ്കാരത്തെ ಬಗ್ಗೆ ചൊല്ലാണ്ട് ഇത് ചൊല്ലുണ്ടല്ലേ? ഈ ഉസ്താദുമാറും ആനിമീങ്ങോ മുത്താനിമീങ്ങോ ഇന്നില്ലെങ്കിൽ മനവരിക്ക് ആക്കണോ? സുന്നത്ത് ജമാഅത്തുള്ള ഇസ്ലാമിന്റെ നൈജ ആദർശം ഇവിടെ ഇക്കാലത്ത് നാ ബാലക്കാരുടെ മക്കളുടെ എപ്പം ചൊല്ലേ നിങ്ങൾ ആനിമീങ്ങൾ പെറവില് നിൽക്കണോ? തങ്ങന്മാരുടെ പെറവില് നിൽക്കണോ? ഇത് നോക്കൂ, ഇതിന് ചൊല്ലു. ഇതേത് 1971 ഓഗസ്റ്റ് തിങ്കളിൽ പുറത്തു വന്ന പുസ്തകം 1,03 സൽസബീൽ. സൽസബീൽ ചൊന്നെങ്കിൽ നിങ്ങളെ വലിയൊരു ബുക്കും ഈ സൽസബീലിലെ ചൊല്ല എന്തിനു കൊണ്ടുണ്ടാ? ഈ നിലയിൽ വിശ്വസിക്കുന്നവൻ കാഫിറല്ലെങ്കിൽ പിന്നെ ലോകത്ത് കാഫിറുണ്ടോ? അബൂജഹലിനേക്കാളും ഭയങ്കര കാഫിറല്ലേ ഈ വിശ്വാസക്കാരൻ? എന്തോ അബൂജഹലിന്റെ കാണ്ടി വലിയ എടുത്തിട്ടവണു ഈ വിശ്വാസമുള്ളൂ സുന്നിങ്ങ. അപ്പൊ ഞങ്ങളെല്ലാരും ഇസ്ലാമിയുടെ പുറത്തു പോയങ്ങ, ഞങ്ങൾ അബൂജഹലിന്റെ കാണ്ടി എടുത്തിട്ടങ്ങ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരും, ഇസ്ലാമിയുടെ പുറത്തുള്ളങ്ങ ചൊന്നെങ്കിൽ ഞങ്ങളെ റായത്തിൽ ഉപ്പിനങ്ങടില് ഞങ്ങളൊട്ടിಗೆ സൗഹാർദ്ദത്തിലുള്ള എത്രമാ ഹിന്ദു സമൂഹത്തെ ആൾമാറുള്ള അങ്ങ് ഇസ്ലാമിയുടെ പുറത്തുള്ളങ്ങ അല്ലേ? ഞങ്ങൾ ഇസ്ലാമിയുടെ പുറത്തുണ്ടായെങ്കിൽ ഹിന്ദുമാരെ പോലെ സൗഹാർദ്ദത്തിലുള്ള മുസ്ലിമീങ്ങമായി പുറത്തു പോയങ്ങമാ അല്ല ഇസ്ലാമിയുടെ എനിമീസാ? ഒരു ക്വസ്റ്റ്യൻ. അത് നിങ്ങളെ ഉത്തരം എന്തോ? 1974 ഓഗസ്റ്റ് തിങ്കളിൽ പുറത്തു വന്ന സൽസബീൽ. ഈ സൽസബീൽ എന്ത് ചൊല്ലുകൊണ്ടുണ്ടാ? ഇവർ ചെന്നെങ്കാരെ ഈ സുന്നി സമൂഹ സാമ്രാട്ട ഇങ്ങ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ മുശ്രിക്കുകൾ തന്നെ. ഇങ്ങ നേരായിട്ട് ഇസ്ലാമുടെ ശത്രു വിഭാഗ ആയിട്ടുള്ളൂ മുശ്രിക്കീങ്ങ. നോക്കിയാറ നിങ്ങ ഇതെല്ലാം ചൊന്നിട്ട് ലാസ്റ്റ് മെയ്യായില്ല അല്ലെ? ഇതിനപ്പുറം എന്തും ചൊല്ലോ ഇല്ലല്ലേ? ലാസ്റ്റ് ഒന്നുണ്ടോ? എന്തിനെ കൊണ്ടുണ്ടാ? ചൊന്നിട്ട് ലാസ്റ്റ് ചൊല്ല എന്തിനെ കൊണ്ടുണ്ടാ? അവനെ കൊല്ലൽ നിർബന്ധമാണ്. നോക്കൂ നിങ്ങ മലയാള ഓതക ഗുന്തിന്നോ ഏതെങ്കിലും സുന്നത്ത് ജമാഅത്ത് പ്രസ്ഥാനത്തെ പുറത്തുള്ള ഏത് ബൊമ്പയില്ലെങ്കിലും ನಾನು പന്താകുവാനാക്കിയോണ്ടില്ല എതിരു പറ. ನಾನು വെല്ലുവിളിച്ചോണ്ടില്ല, മെല്ലെ വിളിക്കടേ. കാരണം വെല്ലുവിളിച്ചെങ്കിൽ പേടിച്ച് ഓടുവാറ് കണ്ടിട്ട് മെല്ലെ വിളിക്കടേ. നിങ്ങൾക്ക് വന്നു നോക്കാം. അപ്പൊ ഞങ്ങളെല്ലാം ഇസ്ലാമിയുടെ പുറത്തിട്ട് മാത്രമല്ല ചൊന്നിട്ട് ആശ തീരാണ്ട് ലാസ്റ്റ് എന്തിനാ ചെന്നുകൊണ്ടുണ്ടാ? ഇങ്ങളെ കൊല്ലൽ നിർബന്ധ, സുന്നത്തും അല്ല. ഇത് സുന്നി സമൂഹത്തെ ഓരോ സമൂഹത്തെ ടോട്ടൽ
ഇസ്ലാമിയുടെ പുറത്തു പോയി അങ്ങാണ്ട് ചെന്നു. അതേ ടൈമിൽ ഞാൻ എന്റെ ബാലക്കാര മക്കളിട്ടേക്ക് കേൾക്കട്ട ഇവിടെ ഒരു നൂറ്റാണ്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശ എന്തോ ചെന്നിട്ടു മുസ്ലിം സമുദായത്തിന് പടിപ്പാട്ടുക പേരായിട്ട് സുമാര ശിഷ്യവൃന്ദത്തോ വിലയിപ്പാട്ടിയോ സുമാർ ആൽമാർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ പടിപ്പാട്ടിയോ മർഹൂം ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അല്ലാഹു ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. ഇന്ത്യ ജീവിച്ചിട്ടുള്ളൂ ബഹുമാനപ്പെട്ട ശൈഖുന ഖമറുൽ ഉലമ ശതമാനದ സമുദ്ധാരക ಭಾರತ ಮುಸ್ಲಿಂ ಜನಕೋಟಿಗಳ ಆಧ್ಯಾತ್ಮಿಕ ದೈಶನಿಕ ಮಹಾನಾಯಕ ಶೈಖುನ ಕಾಂತಪುರಂ ಎ.ಪಿ. ಉಸ್ತಾದ್ ಅಲ್ಲಾಹು ಉಸ್ತಾದರ ಅನುಗ್ರಹಿತ ಕೈಗಳಿಗೆ ಶಕ್ತಿ ಕೊಡಲಿ ಆಮೀನ್. ആ എ.പി. ഉസ്താദ് ഇ.കെ. ഉസ്താദ് എല്ലാരും ഇസ്ലാമിയുടെ പുറത്ത് നോക്കൂ. നിങ്ങ ഞാൻ ചൊന്നില്ല ഇങ്ങോട്ട് എ.പി. ഗ്രൂപ്പായെങ്കും ഇ.കെ. ഗ്രൂപ്പായെങ്കും എല്ലാം കണക്കേ. അപ്പൊ അതുകൊണ്ട് ഗ്രൂപ്പിന്റെ വിഷയത്തിൽ ആരും പുറത്തു പോയിരണ്ട. ഞങ്ങളെല്ലാം സുന്നത്ത് ജമാഅത്തിന് പേരായിട്ട് കാര്യാചരണ ആക്കണ ആൾമാർ. കാരണം എന്തോ ഇങ്ങനെ വീക്ഷണത്തിന് ഇ.കെ. ഉസ്താദും ഇസ്ലാമിയുടെ പുറത്ത് നക്കിത് ചൊല്ലുക പേടിയാവുന്ന പാലക്കാർ മക്കളെ. ഇ.കെ. ഉസ്താദ് ചൊന്നെങ്ക ആര് ഇ.കെ. ഉസ്താദ് ചവിട്ടിയ ജാഗമാട്ട് ഇ.കെ. ഉസ്താദ് കാറിന് പോയോട്ടിക്കുമ്പോ ഇ.കെ. ഉസ്താദര കാറിന്റെ ടയർ ചവിട്ടിയ മണ്ണ് ചവിട്ട വേണ്ട. ആ മണ്ണ് ചവിട്ടിയ ജാഗത്ത് ഒരു 500 കിലോമീറ്റർ അപ്പുറം നിൽക്കുക യോഗ്യത ഉണ്ടാ ഈ സലഫിങ്ങോ ഉണ്ടാ ഇല്ല. അങ്ങനത്തെ ഇങ്ങ ചൊന്നിട്ടുള്ളൂ എന്നോ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് ഇസ്ലാമിയുടെ പുറത്ത് ബഹുമാനപ്പെട്ട ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം ഇസ്ലാമിയുടെ പുറത്ത്. ഞാനിത് വെറുതെ ചൊല്ലല്ല നോക്കൂ. നാ ഓതിട്ട് കേട്ടെ. ഇതേത് സെൽസബീൽ പുസ്തകം 2 ലക്കം 13. ഇതാർക്കും എഴുതോ കിടക്കുകയെങ്കിൽ എഴുതിയെടുക്കാം. ഇതിന് ചൊല്ലു നോക്കൂ. നിങ്ങ ശവം തിന്നുന്നത് അല്ലാഹു ഹറാമാക്കി. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയെറുക്കപ്പെട്ടത് തിന്നലും അല്ലാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വഇൻ അത്അതുമൂഹും ഇന്നകും ലമുശ്രികൂൻ. അതേ ബ്രാക്കറ്റിൽ എഴുതുന്നു, അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതിൽ എന്ത്ര ചൊല്ലു? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് ഇസ്ലാമിയുടെ പുറത്ത്, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇസ്ലാമിയുടെ പുറത്ത്. ഇത് മാത്രമല്ല ചൊന്നിട്ട് ലാസ്റ്റ് എന്ത്ര ചൊന്നാറ് ಗೊತ್ತುಂಡ? കേരളത്തില് മുസ്ലിം ലീഗ് ചൊന്നിട്ട് ഒരു രാജകീയ പക്ഷമുണ്ട്. ആ രാജകീയ പക്ഷത്തോ കേരളത്തെ വലിയ ലീഡറായിരുന്നു മർഹൂം സയ്യിദ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അല്ലാഹു തആല തങ്ങളെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. ആ തങ്ങളെ ഭാഗ്യ പോലും തങ്ങ ഇസ്ലാമിയുടെ പുറത്ത് തങ്ങ മുശ്രിക്ക് തങ്ങ കാഫിർ ചെന്നിട്ട് പച്ച മലയാളത്തിൽ എഴുതി വെച്ചതാണ്. നോക്കൂ നിങ്ങ ഇതേത് ಗೊತ್ತುಂಡ? ഇത് വിചിന്തനം ചെന്നെങ്കിൽ ഭയങ്കര റിസർച്ച് ആക്കണം, ചിന്തിക്കണം. ഈ വിചിന്തനത്തില് ഇങ്ങ എഴുതി വെച്ച ഫസ്റ്റ് കേന്ദ്ര എഴുതിയാൽ ಗೊತ್ತುಂಡ? സുഹൈർ ചുങ്കത്തറ ചെന്നിട്ട് ഒരു മൗലവി ഉള്ള കേരളത്തിൽ. ആ സുഹൈർ ചുങ്കത്തറൊട്ടിಗೆ ഒരു ക്വസ്റ്റ്യൻ. എന്തൊരു ക്വസ്റ്റ്യന്? പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങ ചെന്നിട്ട് ഒരു വലിയ ലീഡർ ഉണ്ടല്ലേ കേരളത്തിൽ ഒക്കൂ. ആ ലീഡറ് അയാൾ ഇസ്ലാമിയുടെ പുറത്ത മുശ്രിക്ക. അപ്പൊ ഫസ്റ്റ് സുഹൈർ ചുങ്കത്തറ എൽദുക പേടിയായിട്ട്. കാരണം രാജകീയ പക്ഷത്തെ നേതാറായിട്ടുള്ള വലിയ തങ്ങളല്ലേ. ആ ടൈമില് ഓൻ എഴുതിയ ಗೊತ್ತುಂಡ? ഇല്ല, ആ തങ്ങ ഇസ്ലാമിയുടെ പുറത്തല്ല. കാരണം ആ തങ്ങക്ക് ഉന്തുണ്ട് ശിർക്കാക്കുക തീറ. അപ്പൊ ഇത് എഴുതിയെങ്കിൽ ആൽമാർ വിടുവാറാ അല്ലേ? പണ്ടൊരുത്ത ചൊന്ന പോലെ ഉസ്താദെ കത്തി തൊന്ന എടുത്തും വന്നിട്ടുള്ള പോരു ഉസ്താദെ പോരു. അങ്ങനെ ചൊന്ന പോലെ ഒരു ഘട്ടന ഉണ്ടല്ലേ. അങ്ങനെ ചൊന്ന പോലെ ഈ കുഞ്ഞ് ആടുക വിടുവാറാ. അങ്ങ് കേട്ടാറ് എന്ത് മൗലവി നിങ്ങൾ എല്ലാ മാത്രം ചൊന്നിട്ടുള്ളാറ് തങ്ങന്മാരും ആലിമീങ്ങ ഉസ്താദുമാരെല്ലാം ഇസ്ലാമിയുടെ പുറത്ത്. ഇപ്പൊ നിങ്ങൾ ഈ പേപ്പറിൽ എന്ത് എഴുതിയോ ശിഹാബ് തങ്ങ ഇസ്ലാമിയുടെ പുറത്തല്ലാണ്ടല്ലേ. അങ്ങനെ വന്നപ്പോ പിന്നെ ഇയാൾ എഴുതിച്ച് എന്തിനു ಗೊತ್ತುಂಡ? നോക്കൂ, ഒരു
തിരുത്തു എന്നെങ്കിൽ ഒരു ചേഞ്ച് ആക്കിയിട്ട് ബദലാവണാക്കിയിട്ട് അതിൽ എഴുതിയോ എന്തിനാ എഴുതിയോ നോക്കണം നിങ്ങൾ. മുസ്ലിം ടുഡേ 1999 സെപ്റ്റംബർ ഒക്ടോബർ ലക്കത്തിൽ എന്റേതായി വന്ന ഇന്റർവ്യൂവിൽ വന്ന വാചകങ്ങളെ ചില സുഹൃത്തുക്കൾ വിമർശനത്തിന് ഉപയോഗിക്കുന്നതായി അറിയുന്നു. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്ക് തന്നെയാണ്. അത് പണ്ഡിതന്മാർ നടത്തിയാലും പാമരന്മാര് നടത്തിയാലും ശരി, തങ്ങന്മാരാക്കിയെങ്കിലും ജാഹിലിങ് ആക്കിയെങ്കിലും ആരാക്കിയെങ്കിലും ശിർക്ക് ശിർക്കേ. അപ്പൊ അതിനർത്ഥം എന്തോ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങ മുശ്രിക്ക് ഇസ്ലാമിടെ പുറത്ത് പോയിട്ട് നോക്കിയാറ് നിങ്ങൾ. അപ്പൊ ഇ.കെ. ഉസ്താദ് ഇസ്ലാമിടെ പുറത്ത്, പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങ ഇസ്ലാമിടെ പുറത്ത്, ഇണ്ട് ജീവിച്ചിട്ടുള്ളൂ ശൈഖുന ഖബറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇസ്ലാമിടെ പുറത്ത്. നാ കേക്കട്ടെ, പിന്നെ ഇസ്ലാമിടെ ഉൽഗ ആറുള്ളൂ, പിന്നെ ഇസ്ലാമിയുടെ ഉള്ളിൽ ആറുള്ള പാലക്കാട് മക്കളെ. ഞങ്ങൾ നെഞ്ഞിക്ക് കൈവച്ചിട്ട് ആലോചന ആക്കണോ? ആലോചന ആക്കണ ടൈമിലായിട്ട് നെഞ്ഞിക്ക് കൈവെക്കണായത്, നിസ്കരിക്കുമ്പോ കൈവെക്കണായത് നെഞ്ഞിയുടെ കീല്. ഇൻഷാ അല്ലാഹ് പിന്നെ ആ വിഷയത്തിൽ വേണ്ടേ. ഇത് ഞങ്ങളെ റായത്തുള്ള സലഫി ചെന്നിട്ടൊരു വിഭാഗം ഉണ്ടല്ലേ, അങ്ങ മാത്രമല്ല. ജമാഅത്തെ ഇസ്ലാമിക ഉള്ളാരല്ലേ റേഷൻ എല്ലാം ആക്കിയിട്ട് പാവത്തെ ഉമ്മമാരും പെങ്ങന്മാരും അങ്ങനെ വലകി വീശുവാട്ടിട്ട് ഈമാനില്ലാണ്ട് കൊണ്ട ഒരു വിഭാഗ. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പരലോകം ഖുർആനിൽ KC അബ്ദുള്ള മൗലവിയുടെ ബുക്കുടെ ഫോട്ടോസ്റ്റാറ്റ് അടിക്കണം നമ്മുടെ കയ്യിലുള്ളൂ. ഇതില് സുന്നിങ്ങ ഇസ്ലാമിയുടെ പർത്ത് ചെന്നിട്ട് അങ്ങ് എഴുതി വെച്ചതാ. അത് ഓരോ ടൈമില്ല, കാരണം സുമാർ വിഷയം ചൊല്ലുള്ളൂ. അതേ ടൈമിൽ ഞാനൊരു വിഷയം ചൊല്ലട്ട. ഓ അപ്പമാരെ പാലക്കാട് മക്കളെ, ഇങ്ങ എന്തിനായിട്ട് ഞങ്ങളെ ഇസ്ലാമിയുടെ പർത്തുണ്ട് ചൊല്ലോ? ഞങ്ങ എവിടെയെങ്കിലും ഒരു ചൊല്ലരിക്ക് പോയിട്ട് കക്കൊക്കെ പോയമാ, ഞങ്ങ ആരായെങ്കിലും ഒരു പെൺമക്കളെ ബെടക്കാക്കൊക്കെ പോയമാ, ഞങ്ങ പൈകക്കിടാൽമാറാ അല്ലല്ലേ? ഞങ്ങ എന്താക്കിയ ഇവിടെ ഞങ്ങ ഈ തലകെട്ട് കെട്ടിയതാ തപ്പോ, ഞങ്ങ തൊപ്പി വെച്ചതാ തപ്പോ, ഈ കാണ്ട ഉസ്താദുമാര് ദീനിക്ക് പേരായിട്ട് സ്വറാക്കിടതാ തപ്പോ, ഈ കാണ്ട ആൾമാരെല്ലാരും ഇസ്ലാമിയുടെ പർത്തുണ്ട് ചൊല്ലോ. കാരണം എന്തെങ്കിലും ഗൊന്തുണ്ടാ? അതിന് സുമാർ കാരണമുണ്ടോ? ഒരു കാരണം ഞാൻ ഇവിടെ ചൊല്ല. ഞങ്ങ എല്ലാരും അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് സഹായ കേൾക്കട അല്ലേ? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി യാ ഹബീബല്ലാഹ്. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും സഹായ കേൾക്കിട. വഫാത്തായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് സഹായ കേൾക്കിട. യാ ഗൗസു യാ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി. അപ്പൊ സഹായ കേൾക്കണായത് അള്ളാഹുവിനൊട്ടിಗೆ ഇങ്ങ ചൊല്ല വിഷയ. ഇത് നിങ്ങൾ പഠിക്കണം. ഇനി ഉപ്പിനങ്ങടിക്ക് ആരായും കുറച്ച് വന്നെങ്കിൽ നൗഫൽ കണസ പറഞ്ഞോണ്ടില്ല, തോക്കെ ഉസ്താദ് പറഞ്ഞോണ്ടില്ല, ഈ കാണ്ട ആലിമീങ്ങ പറഞ്ഞോണ്ടില്ല, പാന്റും ഷർട്ടും ധരിച്ചിട്ടുള്ളൂ സുന്നത്ത് ജമാഅത്തുടെ പാലക്കാട് മക്കളായിട്ടിക്കോ. ഓ സലഫിങ്ങളെ, ഇനിയുടെ പിന്നെ നിങ്ങൾക്ക് ഉത്തര തറക്ക് പോകേണ്ട കൊണ്ടേറ്റാ. അപ്പൊ എന്തൊരു കൊണ്ടുണ്ട നിങ്ങൾ പഠിക്കണം. അപ്പൊ നബി തങ്ങളൊಟ್ಟಿಗೆ മൊയ്തീൻ ശൈഖ് റളിയല്ലാഹുവിനൊಟ್ಟಿಗೆ അള്ളാഹുവിടെ വിട്ടിട്ടു അങ്ങനൊಟ್ಟಿಗೆ ഞങ്ങൾ സഹായ കേട്ടോണ്ടുള്ള. അതുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമിയുടെ പുറത്തു പോയാ അങ്ങ ചൊല്ല കാരണം എന്തെങ്കിലും കൊണ്ടുണ്ടാ. സഹായ കേക്കിടത് ചൊല്ലത് പ്രാർത്ഥന ആയിട്ടിക്കട്, ദുആ ആയിട്ടിക്കട്. ഞങ്ങൾ ദ്വാർക്കണോ ആരൊಟ್ಟಿಗೆ ಮಾತ್ರ? അള്ളാഹുവിനൊಟ್ಟಿಗೆ ಮಾತ್ರ. അള്ളാഹുവിനൊಟ್ಟಿಗೆ ദ്വാർക്കട ബദലിಗೆ ഞങ്ങൾ മൊയ്തീൻ ശൈഖിനൊಟ್ಟಿಗೆ ദ്വാർന്നെങ്കിൽ, ബദരീങ്ങളൊಟ್ಟಿಗೆ ദ്വാർന്നെങ്കിൽ, ഞങ്ങൾ നബിതങ്ങളൊಟ್ಟಿಗೆ ദ്വാർന്നെങ്കിൽ ഞങ്ങൾ ഇസ്ലാമിയുടെ പുറത്ത് പോകണ്ടേ? അങ്ങനെ ആയിട്ടിക്കട അങ്ങ ചൊല്ലു. ഞാൻ എപ്പോഴും ചൊല്ലേ, ഈ പ്രാർത്ഥന ചൊല്ല ഒരു പദ മലയാള ഡിക്ഷണറിയിലും കന്നഡ ഡിക്ഷണറി മീസിൽ ഇന്നിട്ടില്ലാണ്ടായിന്നെങ്കിലേ ഉപ്പിനങ്ങടിയിലുള്ള മുക്കാൽ ഗಂಟೆ ഞങ്ങൾ ഓഫീസ് ಬಂದಾಕೋ. ദുനിയാവില് മുക്കാൽ ഗಂಟೆ ഇക്കാലത്ത് എന്ത് കാരണം കൊണ്ടുണ്ടാ? ഇങ്ങ ചൊല്ല അങ്ങനെ ഞങ്ങൾ അള്ളാഹുവിടെ വിട്ടിട്ടു നബി തങ്ങളൊಟ್ಟಿಗೆ മൊയ്തീൻ ശൈഖ് റളിയല്ലാഹുവിനൊಟ್ಟಿಗೆ ഞങ്ങൾ എന്താക്കട ദ്വാർക്കിട. നാ കേക്കിട ഒരാളൊಟ್ಟಿಗೆ ഒരു സഹായ കേട്ട സാർത്ഥക ദുആ അവിടെ ഇപ്പൊ ഞങ്ങളെ കെ അബൂബക്കറാക്ക എതിർത്തിച്ച് ഞാൻ അയാളൊಟ್ಟಿಗೆ കേട്ടെ, അബൂബക്കറാക്ക ഒരു 10,000 രൂപ നമുക്ക് പൈസ തരും. ഞാൻ അയാളൊಟ್ಟಿಗೆ സഹായ കേട്ടെ. സഹായ കേട്ട സാർത്ഥക്ക് അത് ദുആ അവിടെ, പ്രാർത്ഥന അവിടെ. നക്ക് ഉഷാറില്ലാണ്ടായപ്പ ഒരു ഡോക്ടറുടെ മുട്ട പോയി ഞാൻ കേട്ടെ, നന്റെ സീക്ക് നിങ്ങൾ സുമാറാക്കണോ ഡോക്ടർ? അത് ഞാൻ ഡോക്ടറൊಟ್ಟಿಗೆ ആ ಸಹಾಯ ಕೇಟ ಸಾರ್ಥಕ್ಕೆ ನಾನು ಆ ಡಾಕ್ಟರ್ ಒಟ್ಟಿಗೆ ದುವಾರ್ನೆ.
ഡോക്ടറൊട്ടിಗೆ ನಾನು ದುವಾರ್ನೆ ನಾನು ഇസ്ലാമിയുടെ പുറത്തു പോയ ചൊല്ലുക ഇല്ല. അങ്ങനെ ആര് ചൊന്നാർ? അങ്ങനെ ചൊല്ലുകാവില്ല. നാ ചൊല്ലില്ല. പൊന്മുള ഉസ്താദ് ചൊല്ലണ്ട, പേരോട് ഉസ്താദ് ചൊല്ലണ്ട, കാന്തപുര ഉസ്താദ് ചൊല്ലണ്ട, EK ഉസ്താദിന്റെ ശിഷ്യന്മാരും ചൊല്ലണ്ട. ഇനി ആര് ചൊല്ലട്ടെ? ഇങ്ങമേ ചൊല്ലട്ടെ. ಇದೇದೆ ಅಲ್ಮನಾರ್ 1988 ಜನವರಿ ತಿಂಗಳಲ್ಲಿ ಹೊರಬಂದಂತಹ ಅಲ್ಮನಾರ್. ಈ ಅಲ್ಮನಾರಿനെ ഒരാളൊട്ടിಗೆ ഒരു ഹെൽപ്പ് കേൾക്കുമ്പോ ഞാൻ ആരൊട്ടിಗೆ കേട്ടോ, ഉദാഹരണത്തിന് ഞാൻ ചൊന്ന കെ അബൂബക്കർ അക്രമത്തെ ഞാൻ ഹെൽപ്പ് കേട്ടെ. ആ കേട്ട ടൈമിലോ നന്റെ മനസ്സിലുള്ള വിശ്വാസ അയാള് അല്ലാഹ് അല്ലെങ്കിൽ അള്ളാഹുടെ മോണു ദൈവയുടെ മോണു. ആ വിശ്വാസത്തോടെ ഞാൻ കേട്ടെങ്കിൽ ഞാൻ ഇസ്ലാമിയുടെ പുറത്ത്, അതിൽ ഡൗട്ടേ ഇല്ല അല്ലെ. അതേ ടൈമിൽ ഞാൻ കേൾക്കട്ട വഫാത്തായ താജിദാരെ മദീന ആഖാവോ മൗല ജനാബെ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ ഞങ്ങ സഹായ കേൾക്കുമ്പോ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുത്ബിയത്തിൽ ഞങ്ങൾ വിളിക്കുമ്പോ നന്റെ സദസ്സിലുള്ള പാലക്കാരങ്ങളൊട്ടിಗೆ ഞാൻ കേട്ടോണ്ടില്ല. ഞങ്ങളെ മനസ്സിൽ വിശ്വാസം ഉണ്ടാ? നബി തങ്ങ അള്ളാഹുണ്ട് വിശ്വാസം ഉണ്ടാ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ചിലർ ഉണ്ടാ? ഇല്ല. നബി മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുണ്ട് വിശ്വാസം ഉണ്ടാ? അള്ളാഹുടെ മോനുണ്ട് വിശ്വാസം ഉണ്ടാ? ഇല്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ ഇസ്ലാമിയുടെ പുറത്തു പോകണ്ടോ? ഇങ്ങല്ലേ ഇങ്ങനെ അൽമനാരില് എഴുതി വെച്ചോ സംശയമുള്ള ബൊമ്പമാരെന്നെങ്കിൽ പറ. ഞാൻ ഉപ്പാടിനോണ്ട് കേട്ടോണ്ടില്ല. ಬಂದಂಗ ಅಪ್ಪವೇ ನಾನು ಉತ್ತರ ಕೊಡ್ಲೆ. ಪ್ರಸಂಗದ ಲಾಸ್ಟ್ ತೊಳ್ಕೊಂಡ್ ಪೋಣ್ಲೆ ಅಪ್ಪಮೆ ಬಂದ ಸಾರ್ಥಕ ಅಪ್ಪಮೆ. അപ്പൊ ഇങ്ങമേ എന്തൊരു ചൊന്നു? ഇങ്ങമേ ചൊന്നു കേവല സഹായ കേട്ടെങ്കിൽ ഇസ്ലാമിയുടെ പുറത്തു പോണ്ടില്ല. ഞങ്ങ ആറൊട്ടിಗೆ ಹೆಲ್ಪ್ കേട്ടോ, ആറൊട്ടിಗೆ കേട്ടോമാ ആ ആള് ദൈവ ചൊല്ല ನಂಬಿಕೆ ഇല്ലെങ്കിൽ മാത്ര ഇസ്ലാമിയുടെ പുറത്തു പോണ്ടോ? ദൈവടോ പുത്ര ചൊല്ല ನಂಬಿಕೆ ഇല്ലെങ്കിൽ മാത്ര ഇസ്ലാമിയുടെ പുറത്തു പോണ്ടോ? ഞങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടാ? ഉണ്ടാ അമ്മമാരെ? ഉണ്ടാ പാലക്കാർ മക്കളെ? ഇല്ല. നിങ്ങൾ നോക്കൂ, അപ്പ കൊറിയാർമാർ കേൾക്കട ഉസ്താദെ അപ്പേ ഞങ്ങൾ എന്തിಗೆ മൊയ്തീൻ ശേഖരൊട്ടിಗೆ കേൾക്കടോ അല്ലെ, എന്തിಗೆ ബദ്രീങ്ങളൊട്ടിಗೆ കേൾക്കടോ, എന്തിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ കേൾക്കടോ? ഞങ്ങൾ ഡയറക്റ്റ് അള്ളാഹുടൊട്ടിಗೆ കേൾക്കാന്തല്ലേ? സുബ്ഹാനല്ലാഹ്. ഇസ്തിഗാസ ಯಾರು ಹಾಕಡ ഞങ്ങൾ ഉമ്മമാർ ഉസ്താദ്മാരെ ಯಾರ ಇತಿಹಾಸ ಹಾಕಡ ಆರ್ಗಂತ ഞങ്ങൾ ഉമ്മമാർ ಎಂದೆ ഉപ്പിനങ്ങടിರೋ ಅಪ್ಪನ സുബ്ഹാനല്ലാഹ് KSRTC ബസ്സിൽ പോകുമ്പോ ഡ്രൈവർ മീത്തൊരു ബ്രേക്ക് ഇട്ട താർത്ത് ബദ്രീങ്ങളെ അല്ലെ ഞങ്ങൾ ഉമ്മമാരും ഞങ്ങൾ ഉമ്മയുടെ ഉമ്മമാരും ഞങ്ങൾ അപ്പയുടെ ഉമ്മമാരെല്ലാം ചൊന്നോട്ടിന്ന് ഞങ്ങൾ കേൾക്കില്ലേ പാലക്കാർ മക്കളെ? ಬೇಗ ಶೆಕೆ ಬದ್ರೀങ്ങളെ ಬೇಗ ಚೊಂದು ಕೊಂಡು ಅವ ಇತಿಹಾಸ ಯಾರ ഞങ്ങൾ ഉമ്മമാരാക്കടോ അല്ലേ? ಅಪ್ಪ ಕೊರಿಯಾಲ್ ಮಾರ್ತಿಕಡ ಎಂದಿಗಾಯ್ತು ಬದ್ರೀಗಳೊಟ್ಟಿಗೆ ಕೇಳ್ಕಡೋ, മൊയ്തീൻ ശേഖരൊട്ടിಗೆ ಕೇಳ್ಕಡೋ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു ഞങ്ങൾ ഡയറക്റ്റ് അള്ളാഹുടൊട്ടിಗೆ കേൾക്കല്ലേ? ಅದಕ್ಕೆ ನಾವು ഒരു ചെറിയ ഉദാഹരണം ചൊല്ലേ. ചെറിയൊരു ഉദാഹരണം. ഞാനിപ്പ ಬೆದರ್ತ വന്നു. മറ്റെല്ലാം ലേറ്റ് ആവാനുള്ള കാരണം എന്താ ಗೊತ್ತುಂಟಾ? ഗേറുകെട്ട സ്ഥാപന ഉള്ളത് കൊണ്ടാണ്ട് ಗೊತ್ತಿಲ್ಲ. ഗേറുകെട്ടയുടെ മനുഷ്യർ സ്ഥാപന കലഞ്ഞ പിന്നെ റോഡുണ്ടല്ലേ സുബ്ഹാനല്ലാഹ്, ഒരു തേങ്ങയുടെ മരകം പോയിട്ട് നട അങ്ങനത്തെ റോഡ്. ഞാൻ വിചാരിച്ച സുബ്ഹാനല്ലാഹ് ഞാൻ ഈ വലിയ കാറിൽ വന്നത് കൊണ്ട് ഞാൻ ಬೇಗ എത്തിയ. ഞാൻ അല്ലെങ്കിൽ 800 പോണ്ടു ನಾ ಫಂಕ್ಷನ್ಗೆ 800 പോണ്ടു. ಅದೇ ಟೈಮಲ್ಲೂ ಊಟಕ್ಕೆ ನಾನು ಏನು ಬರೋ ಕಾರಣ ಇನ್ನ ನಾನು ಉಪ್ಪಿನಂಗಡಿಗೆ ಬಂದಪ್ಪ ರೋಡ್ ഇങ്ങനെ ಬೆಳಕಾಯ್ದು കണ്ടിട്ട് ನಾನು ഇതേ റോഡിൽ ഇന്നലെ പോയി വാൽಗೆ വന്നിട്ട് അപ്പൊ ನಾನು ഇതേ കാറിൽ ಬರೋಕೆ വിചാരിച്ചെ. ഏതായാലും ആ കാരണക്കാർ തന്നോ നന്റെ കാക്ക നന്റെ പെഞ്ഞയുടെ സുന്നത്ത് ജമാഅത്ത് പ്രചാരാക്കുകയായിട്ട് തന്നോ. അല്ലാഹു തആല നന്റെ കാക്കയുടെ ബിസിനസ്സിൽ ഖൈറും ബറക്കത്തും യാറാക്കി കൊടുക്കട്ടെ. ഒരു 5 പൈസ ഞാൻ കൊടുത്തില്ലേ, ഒരു 5 പൈസ ഞാൻ കൊടുത്തില്ല. ഇപ്പൊ ഇൻഷാ അല്ലാഹ് ആ ഭാഗത്ത് പോകണ്ടില്ല. ആർക്കെങ്കിലും സംശയം ഇന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നർക്ക് നന്റെ കേട്ടെ ഞാൻ അതെല്ലാം വിശദമായിട്ട് തരുവേ ഇൻഷാ അല്ലാഹ്. അതേ ടൈമിലോ ഇപ്പൊ കൊറിയാൽമാർക്ക് വലിയ വിഷയം അത് ഉസ്താദെ എന്തോ എങ്ങനെങ്കിലും നൗഫൽ കളസറ ഇരിച്ചിട്ട് കീഴിലും ഒരു വിഷയ ബാലക്കാർ മക്കളൊട്ടിಗೆ ഞാൻ ചൊല്ലേ എന്ത് ആരോപ കൊന്നെങ്കിലും ನಾನು പെറുതാരാല ഇൻഷാ അല്ലാഹ്. സുന്നത്ത് ജമാഅത്ത് ബാലക്കാർ മക്കളൊട്ടിಗೆ നക്ക ചൊല്ലുകൾ ഒന്ന് മാത്രം നക്ക ആഫിയത്ക്ക് വേണ്ടിയിട്ട് ദ്വാർക്കും അത്രേ ആഫിയത്തും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ദ്വാർന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് ഏത് ബൊമ്പടെ എതിർക്കും ഇൻഷാ അല്ലാഹ് ബറുവേ. കൊറിയാൽമാർക്ക് ഇപ്പൊ വലിയ വിഷയം ചൊല്ലുള്ളത് വലിയ കാറിൽ പോയിട്ടുണ്ടു എന്താ നന്റെ കാക്ക സുന്നത്ത് ജമാഅത്തിനായിട്ട് മാത്രം അത് തന്നോ. ഞാനൊരു പെണ്ണിടെ വലിച്ചോണ്ട് നമ്പറും വേണ്ടാത്ത പോണ്ടില്ല, ഞാനൊരു മദ്യപാനാക്കുന്നത് പോണ്ടില്ല. നിങ്ങളെ പോലാത്ത സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിങ്ങ എവിടെയെങ്കിലും വന്നിട്ട് സ്പീച്ച് ആക്കുമ്പോ അങ്ങനെ എതിർക്ക് സ്പീച്ച് ആക്കുക ഇൻഷാ അല്ലാഹ്. ഞാൻ അതേ കാറിൽ പോണ്ടേ ഇന്ന്. അതേ ടൈമിലോ ഞാൻ കേക്കട്ട ഞങ്ങ 400 കാട്ടി യാര ദോഷം തപ്പു ആക്കണങ്ങ ഞങ്ങ ഡയറക്റ്റ് അള്ളാഹുടൊട്ടിಗೆ കേട്ടെങ്കിൽ അള്ളാഹു ഞങ്ങളെ ഉത്തര തരുവ. അതൊരു പക്ഷേ ലേറ്റായി പോവും. അതേ ടൈമിലോ ഒരു തപ്പും ആക്കാത്ത സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ആ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊಟ್ಟಿಗೆ കേട്ടെങ്കിൽ ആ കേക്കട അർത്ഥം എന്തോ നബിയെ ഞാൻ തങ്ങളൊಟ್ಟಿಗೆ കേട്ടോണ്ടില്ല നക്കൊരു വയസ്സായ ഒരു പെണ്ണുള്ളാല് ആ പെണ്ണു മൂലം ബാൽപാട്ടി കൊടുക്കണു കയ്യിൽ എന്തുമില്ല തങ്ങ നക്ക് സഹായം ആക്കണു ആ തങ്ങളൊಟ್ಟಿಗೆ കേട്ടെങ്കിൽ തങ്ങ എന്താക്കിട് അല്ലാഹുവേ ഉപ്പിനങ്ങടിൽ വയസ്സായ അപ്പ നിന്റെ തങ്ങന്മാരും ആലിമീങ്ങളും ബഹുമാനിക്കട അപ്പ ആ ഒരു വയസ്സായ ഹിറിയ ആള് അയാളെ വയസ്സായ പെണ്ണു മൂലം മങ്ങിലാക്കി കൊടുക്കുമ്പോഴായിട്ട് കണ്ണുറ തണ്ണിഞ്ഞിട്ട് നണ്ടട്ടിക്ക് കേട്ടത് നക്ക് നണ്ട കീസരെടുത്തെടുക്കൊടുക്കാവില്ലല്ലേ നീ തന്നിട്ട് വേണല്ലേ നക്ക് കൊടുക്കൂ അതുകൊണ്ട് അല്ലാഹുവേ നീ അതിക്ക് സഹായാക്കണു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കേൾക്കുമ്പോ കേക്കട്ട വാളക്കാര മക്കളെ ആ നബി തങ്ങ കേട്ടത് അള്ള കൊടുക്കാണ്ടിക്കുവാണ് ഇല്ല അതുകൊണ്ടായിട്ടിക്ക് ഞങ്ങ ആരൊട്ടിക്ക് കേൾക്കണോ മൊയ്തീൻ ശേഖർ റളിയല്ലാഹുവിന്റെ കേൾക്കണോ ഞങ്ങ ബദരീങ്ങളൊട്ടിക്ക് കേൾക്കണോ ഞങ്ങ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിക്ക് കേൾക്കണോ ഇപ്പൊ എല്ലാം ക്ലിയർ ആയില്ലേ കേട്ടത് കൊണ്ട് മാത്രം അവസ്ഥ ഇസ്ലാമിയുടെ പുറത്ത് പോയില്ലാണ്ടും ഒന്നായിട്ട് പിന്നെ കേക്കട എന്തികൊണ്ടും ഒന്നായിട്ട് അതേ ടൈമിൽ ഞാനൊരു വിഷയം കേൾക്കട്ട വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് സഹായ കേട്ടതുകൊണ്ടോ ഇസ്ലാമിയുടെ പുറത്തു പോയ ഈ കാണ്ട് സുന്നി സമൂഹാണ്ടിരുന്നെങ്കിൽ കേക്കട്ട സലഫി കേക്കട്ട ചുഴലി സ്വലാഹുദ്ദീൻ മൗലവി ನಾನು ಕೇಟಂಗೆ ನಿಕ್ಕ ಬ್ಯಾರಿ ಭಾಷೆ ಗುಂತುಂಡಾಂಡನತ್ತು ಗುಂತಿಲ್ಲ ಅದೇ ಟೈಮಲ್ಲಿ ನಿಂದ ಆಲ್ಮಾರ ನಿಕ್ಕ ಚೊನ್ನು ತರುವಾರಲ್ಲೇ ಎಂದ್ರೆ ಗುಂತುಂಡ ಸುಬ್ಹಾನಲ್ಲಾ ಓ ಮುಸ್ಲಿಮೀങ്ങളെ ഇത് ഏത് കിതാബുടെ ഫോട്ടോ കോപ്പി കൊണ്ടുണ്ട ഇതേ കിതാബ് അദബുൽ മുഫ്രദ് ഈ അദബുൽ മുഫ്രദ് എഴുതിയ ആര് ഖുർആൻ കൽഞ്ഞെങ്കിൽ വലിയ പ്രാമാണിക കിതാബ് ഏത് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി ഉസ്താദുമാർക്ക് കൊണ്ടുണ്ടല്ലേ ഖുർആൻ കൽഞ്ഞെങ്കിൽ വലിയ പ്രാമാണിക ഗ്രന്ഥ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രചനയാക്കിയോ സ്വഹീഹുൽ ബുഖാരി അല്ലേ ആ സ്വഹീഹുൽ ബുഖാരി എഴുതിയോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുടെ അദബുൽ മുഫ്രദ് ഉള്ള കിതാബുടെ ഫോട്ടോ കോപ്പി സുബ്ഹാനല്ലാഹ് ഈ കിതാബുടെ ഫോട്ടോ കോപ്പിയിൽ ഒരു ഘട്ടന ഉണ്ട് ഒരു ഹദീസ് അതെന്തിനെ കൊണ്ടുണ്ട ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആറായിട്ടിക്കട് ബാലക്കാര് മക്കളെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നണ്ട പോൽത്തവറാല നിങ്ങളെ പോൽത്തവറാല അല്ലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടതച്ചിട്ട് ഇസ്ലാം പഠിക്കുക ഭാഗ്യ കിട്ടിയ വലിയ മഹാൻ ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതാ കാലുക നൊമ്പല ആയപ്പ കാല് കുത്തെടുക്കുക സുറായപ്പ ആ ടൈമിൽ സഹായ കേട്ട യന്ത്രകൊണ്ടുണ്ട യാ മുഹമ്മദ് യാ മുഹമ്മദ് യാ മുഹമ്മദ് സുബ്ഹാനല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുടെ കാല് കുത്തെടുക്കുക സുറായപ്പ അതേ നന്റെ കാല് കുത്തെടുക്കണത് നിൽക്കണോ ആ രീതിയിൽ കേട്ട സഹായ ആറൊട്ടിಗೆ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടികല്ലേ കേക്കട്ട മുഞ്ഞാണ്ടുടെ വന്ന് പ്രസംഗിച്ചിട്ട് ഉപ്പിനങ്ങടിലുള്ള മുസ്ലിമീങ്ങൾ എല്ലാവരും അങ്ങ് കുതുബിയത്ത് ഓതിയോണ്ടുള്ളാറ് അങ്ങ് നബിതങ്ങളെ വിളിച്ചിട്ട് സഹായ കേട്ടോണ്ടുള്ളാറ് അതുകൊണ്ട് ഉപ്പിനങ്ങടിലുള്ള അപ്പമാര് ഉപ്പിനങ്ങടിലുള്ള ബാലക്കാരങ്ങ ഉപ്പിനങ്ങാടിലുള്ള ഉമ്മമാര് ഉപ്പിനങ്ങാടിലുള്ള പെങ്ങന്മാര് അങ്ങെല്ലാരും ഇസ്ലാമിയുടെ പുറത്തിട്ട് ഒരു ഖുർആനുടെ ആയത്ത് റെഫറൻസ് ആക്കാണ്ട് ഇവിടെ വന്നിട്ട് ചൊന്നുപോയോ സ്വലാഹുദ്ദീൻ മൗലവിയുടെ അനുയായികളില്ലേ കേക്കട്ട നിങ്ങളെ പായ കൊണ്ടൊന്ന് നിങ്ങൾ ചൊല്ലറോ നിങ്ങളെ നാവ് കൊണ്ടൊന്ന് നിങ്ങൾ ചൊല്ലറോ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുടെ കാലുക നമ്മലായപ്പ നബി തങ്ങളെ വിളിച്ചിട്ട് സഹായ കേട്ടത് കൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിയുടെ പുറത്തു പോയിട്ടാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുശ്രിക്കായിട്ടാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാഫിറായിട്ടാ ഇതിന്റെ ഉപ്പിനങ്ങടിലുള്ള നിങ്ങൾ ഉത്തര ചൊല്ലടോ ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാത്രമാ സുബ്ഹാനല്ലാഹ് ഇത് സ്വഹാബിയുടെ ചരിത്ര ഇനി ആ സ്വഹാബിയുടെ മുട്ട തെച്ചിട്ട് സ്വഹാബികളെ മുട്ട തെച്ചിട്ട് അതേ ഇസ്ലാമിയുടെ ആശയ പഠിച്ചോ മദ്ഹബിയുടെ ഒന്നാമത്തെ ഇമാമുൽ ആലം അബൂ ഹനീഫ
റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് മദീന റൗള ശരീഫിൽ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പോ ആ വഫാത്തായ നബി തങ്ങളോ റൗള ശരീഫുടെ മുട്ട പോയിട്ട് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് സഹായകേക്കിട് എന്തിന് സഹായകം തുണ്ടാ യാ സയ്യിദ സാദാതി ജിഅതുക ഖാസിദാ അർജു റിളാക വ അഹ്തമി ബിഹിമാക വല്ലാഹി യാ ഖൈറൽ ഖലായിഖ് ഇന്ന ലി ഖൽബൻ മശൂഖൻ ലാ യറൂമു സിബാക ഓ നേതാവ്